പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഒരു വലിയ ശതമാനം ഇത്രയധികം മദ്രസകൾ ഉണ്ടായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളാണ്. നമ്മുടെ നാട്ടിൽ ഒരു 10-12 വയസ്സായ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രേമല്ലാത്ത കുട്ടികൾ വളരെ കുറവാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരും ഏകദേശം ഒരു 10-14 വയസ്സാകുമ്പോഴേക്ക് അവർക്ക് 2 പ്രേമുണ്ടാവും. ഒന്ന് ബെസ്റ്റിയാണ്, ഒന്ന് വേറൊന്നും കൂടി ഉണ്ട് അല്ലേ? 2 ഒന്നിനെ ബെസ്റ്റി എന്നാ പറയാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ട്രെയിനിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഭയങ്കര തിരക്കുണ്ട് ട്രെയിനിൽ. ഞാൻ വരുന്നത് ഇവിടെ ഒരു 12 മണിക്ക് എത്തുന്നൊരു ചെന്നൈ ഇന്റർസിറ്റി, മംഗലാപുരം ചെന്നൈ പോകുന്നൊരു ഇന്റർസിറ്റി ഉണ്ട്, അതിനെ വരും. അപ്പൊ 2 കുട്ടികൾ ഇങ്ങനെ സൈഡ് സീറ്റ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആൺകുട്ടി, ഇവിടെ ഒരു പെൺകുട്ടി. ഞാൻ ഷൊർണൂരിൽ നിന്ന് കാസർഗോഡേക്കാണ് കയറുന്നത്. ഷൊർണൂർ മുതൽ കാസർഗോഡ് വരെ 2 കുട്ടികൾ. ദുരിത്തിറങ്ങിയ പയ്യന്നൂരാണ്. ആൺകുട്ടി ഇറങ്ങിയത് പയ്യന്നൂര്, പെൺകുട്ടി ഇറങ്ങിയത് പയ്യന്നൂര്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവർ മറ്റു കുട്ടികളുമായുള്ള ബന്ധങ്ങള്, അവരുടെ ലവറ്, അവരുടെ ബെസ്റ്റി, ഇതൊക്കെ ആയിട്ടുള്ള ചർച്ചയാണ്. എത്രയോ ആളുകളുണ്ട് വളരെ സൗണ്ടിൽ അവർ സംസാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ പുറത്ത് ആളുകൾ കേൾക്കുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളിൽ ഒരു വലിയ ഭൂരിപക്ഷം പെൺകുട്ടികളൊക്കെയുള്ള രക്ഷിതാക്കൾ വലിയ ആശങ്കയിലായിരിക്കും. ആൺകുട്ടികളെക്കാൾ വലിയ ആശങ്ക ഉമ്മമാർക്ക് പെൺകുട്ടികളെ സംബന്ധിച്ചിരുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ വളർന്നു വരുമ്പോഴേ തന്നെ വല്ലാത്തൊരു ഭീതി ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് ഇന്ന് ധാരാളം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല കുട്ടികൾ. അപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല്, നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കണ്ടോ ചോദിച്ചാല് ഇല്ലാതെ തന്നെ അതിൻ്റെ അർത്ഥം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമല്ല, ഇപ്പൊ മദ്രസയിലുള്ള അധ്യാപകർ പറഞ്ഞാൽ പോലും നമ്മുടെ കുട്ടികൾ കേൾക്കുക. അതാണ് ഇന്നത്തെ ഒരു ചുറ്റുപാട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ പ്രായം മുതലുള്ള കുട്ടികളെ സംബന്ധിച്ചും നമ്മൾ വലിയ ആശങ്കയിൽ തന്നെ. ഭൂരിഭാഗ സമയം നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിലായിരിക്കും. നമ്മളൊന്ന് മൊബൈൽ ഫോൺ വെച്ചാൽ പിന്നെ നമ്മുടെ കുട്ടികളുടെ കയ്യിലുണ്ടായി. പല രക്ഷിതാക്കളും മൊബൈൽ ഫോൺ വെക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എന്താ വെച്ചാൽ കുട്ടികളെടുക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, നമുക്കതിന് സമയമല്ല, നമ്മൾ വെച്ചാലല്ലേ കുട്ടികളെടുക്കുക. ഇപ്പൊ കുട്ടികളൊക്കെ സാധാരണ പറയാറുള്ളത്, രക്ഷിതാക്കളൊക്കെ സാധാരണ പറയാറുള്ളത്, എപ്പോ നോക്കിയാലും ഇപ്പൊ സ്കൂളിലൊക്കെ വന്നാലും പറയും, LP സ്കൂളിലെ ഭാഷയാണ് ഞാൻ, മാസം എപ്പോഴും കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണാണ്, ഗെയിമാണ്, റീൽസ് കാണാൻ, ഷോർട്സ് കാണാൻ, തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുക്കണില്ല, നോട്ട് ബുക്ക് എടുക്കണില്ല, എഴുതണില്ല, വായിക്കണില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികൾ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോൺ ആയിട്ടാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർമാർ എന്നറിയപ്പെടുന്ന ആരാണ്? ഇൻഫ്ലുവൻസർമാർ അല്ലേ, യൂട്യൂബർമാരാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചിലപ്പോൾ അറിയില്ല, പക്ഷെ തൊപ്പിയെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയും അല്ലേ? തൊപ്പി അറിയില്ലേ? തലമുറ തൊപ്പിയല്ലേ അല്ലേ? അപ്പൊ അത്രയും നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ
യൂട്യൂബർമാർ, സോഷ്യൽ മീഡിയ, ഒരു സെക്കൻഡ് പാരന്റ് ആണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത്. പഴയ കാലം പോലെയല്ല. ഇന്ന് മക്കളെ വളർത്തുക എന്നുള്ളത് മറ്റേത് ജോലിയേക്കാളും ഏറ്റവും പ്രയാസകരമായ ജോലിയാണ്. ഏറ്റവും പ്രയാസകരമായ ജോലി എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തലാണ്. കാരണം നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വഴിതെറ്റാൻ സാഹചര്യങ്ങളും സാധ്യതകളും വളരെ കുറവായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീട്ടിൽ നടത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താ അറിയോ? ഒന്നുമില്ല, നമ്മൾ കളിക്കാൻ പോകും, അല്ലെ അപ്പുറത്തെ വീട്ടിലുള്ള മാവുമ്മ കല്ലെടുത്തെറിയാൻ പോകും, അല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ കുളത്തിൽ ചാടാൻ പോകും, നീന്താൻ വേണ്ടിയിട്ട് കുളത്തിൽ ചാടാൻ പോകും. അപ്പൊ ഉമ്മാര് വടിയെടുത്ത് വരും. ഇവിടെ അല്ലേ കുളമൊക്കെ എവിടെ ഇല്ലേ? ഇതല്ലേ ഈ കുളത്തിൽ ചാടാൻ പോകുന്ന പേര് വിചാരിക്കും. അപ്പോ ഉമ്മാര് വടിയെടുത്ത് വരും. നമ്മളൊരു മണിക്കൂർ 2 മണിക്കൂറോ കുളത്ത്, സ്കൂൾ അവധി ദിവസമൊക്കെ എന്താ ഈ പണി? കുളത്തിൽ ചാടാൻ പോവുക, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അന്നൊക്കെ നമ്മളെ മക്കള് നഷ്ടപ്പെടുക എന്തെങ്കിലുമൊക്കെ കുളത്തിൽ മുങ്ങി മരിക്കണം, അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം അന്ന് റോഡും ചെറുതാണ്, വാഹനങ്ങളും ഇത്രയല്ല. ഒരു വീട്ടിൽ ആകെ ഒരു വാഹനം ഉണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ ഇത് തോന്നും. ഇന്ന് അങ്ങനെയല്ല, ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 10 വാഹനമുണ്ട്. അപ്പൊ വഴി തെറ്റാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചത്. നാട്ടില് ഒരു 10, 4000, 3000 ആളുകളുള്ള സ്ഥലത്ത് ആകെ 8-10 കള്ളുപിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുള്ളൂ. അതാണ് അന്നത്തെ ലഹരി. പക്ഷെ ഇന്നത്തെ തലമുറ മാറി, കാലഘട്ടം മാറി, ചുറ്റുപാടുകൾ മാറി. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പോലും, അഥവാ മാതാപിതാക്കൾക്ക് പോലും അറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, നമ്മുടെയൊക്കെ മാതാപിതാക്കള് ഇപ്പോഴും, നമ്മളിപ്പോ 10, 40, 45 വയസ്സായാലും നമ്മളെ വീട്ടിലേക്ക്, നമ്മുടെ ഉപ്പാൻ്റെ അടുത്തേക്കും ഉമ്മാൻ്റെ അടുത്തേക്കും ചെല്ലുകയാണെങ്കിൽ ചോദിക്കും, അല്ല ചോറുന്നോ, ഇവിടെ ഇരിക്കണേ പൈസ ചോദിക്കും, അല്ലേ? എങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ പൈസ ഉണ്ടോ ചോദിക്കും നമ്മൾ ഉമ്മാര്. അതുപോലെ നിസ്കരിച്ചോ, ഇതൊക്കെ നമ്മളിപ്പോ ഇത്രയും വയസ്സായിട്ട് നമുക്ക് ജോലി ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പൈസ ഉണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടാവുമെന്നറിയാം. അപ്പൊ എവിടേക്ക് പോകുമ്പോൾ നമ്മുടെ ഉമ്മാര് ഇപ്പോഴും ചോദിക്കും. ആ നിലക്കാണ് അത് നമ്മളൊരു ഗൗരവമായിട്ട് കാണില്ല. നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോൾ ചിലപ്പോൾ എന്താ പറയും, നല്ല സൂക്ഷിച്ച് പോകട്ടോ, ബൈക്കുമ്പോൾ പോകുമ്പോ, കാറിൽ പോകുമ്പോ. ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ഉമ്മ പറയലുണ്ട്, എൻ്റെ ഉമ്മയൊക്കെ പറയലുണ്ട്, പ്രത്യേകിച്ച് കാറിൽ വരികയാണെങ്കിൽ പറയും, നല്ല സൂക്ഷിച്ച് പോകണം, അവിടെ എത്തിയാൽ വിളിക്കണം, മെസ്സേജ് അയക്കണം, ഇതൊക്കെ പറയും. പത്രത്തോളം നമ്മളതൊക്കെ ഗൗരവമായിട്ടൊക്കെയാണ്. നമ്മളെന്താ ഇവിടെ വന്ന പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയും. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്നത്തെ കുട്ടികളോട് നമുക്ക് ഒരു ഇടപെടൽ നടത്താൻ കഴിയില്ല. ഒരു തെറ്റ് കണ്ടാൽ പോലും തിരുത്താൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഓരോ രക്ഷിതാക്കളും. അതാണ് ഇന്നത്തെ ഒരവസ്ഥ. കാരണം ഇന്നത്തെ തലമുറ അത് മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഡേഞ്ചറായ ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് നമ്മുടെ മക്കള് ഇനി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ 2025 ശേഷമുള്ള 26, 25 ശേഷമുള്ള തലമുറ എന്ന് പറഞ്ഞാൽ 24 ശേഷം ഒരു ബീറ്റ ജനറേഷനാണ്. ഇതിന്റെ മുമ്പുള്ളത് ആൽഫ ജനറേഷനാണ്. അതിന്റെ മുമ്പുള്ളത് ജനറേഷൻ Z എന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴത് എന്താ? ഇപ്പൊ ആൽഫ ജനറേഷനെയാണ് നമ്മൾ എന്ത് ഇപ്പോ നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുക. 2024 വരെയുള്ള കുട്ടികൾ 12 മുതൽ 24 ഒരു ആൽഫ ജനറേഷനാണ്. അതെന്നെ വളരെ ഇന്നിപ്പോ ഹൈസ്കൂളിൽ പോയി നോക്കിയോ നിങ്ങൾ അല്ലേ? ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ്. ആർക്കെങ്കിലും എന്തിനു പറയാൻ കഴിയുമോ? രക്ഷിതാക്കൾക്ക് പറയാൻ കഴിയുമോ? അധ്യാപകർക്ക് പറയാൻ കഴിയുമോ? ഒന്നും പറയാൻ കഴിയില്ല. എന്റെ ഒരു സുഹൃത്ത്, അവൻ അധ്യാപകനാണ്, ഹൈസ്കൂൾ അധ്യാപകനാണ്.
ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരു വരാന്തയുടെ മൂലയിൽ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ ഇവന് നമ്മുടെ വിശുദ്ധ പ്രവർത്തകനാണ്, ഇവൻ കുട്ടിയെ വിളിച്ചിട്ട് കുറച്ചൊരു ശകാര സ്വഭാവത്തിൽ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതരോ, പണ്ടൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോയില്ല, അപ്പൊ ആൺകുട്ടികളെന്നു ഇന്നങ്ങനല്ല. പെൺകുട്ടി പറഞ്ഞെന്താ അറിയോ, മാഷോട് അറബി മാഷോട് പറഞ്ഞു കൊടുക്കുകയാണ്, മാസായ മതി വാപ്പയെ കണ്ട. പണ്ടത്തൊക്കെ പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല. പണ്ടത്തൊക്കെ പ്രേമം എന്ന് പറഞ്ഞൊരു സ്കൂളിൽ 10,000-2000 കുട്ടികളുടെ സ്കൂളിൽ ആകെ ഒരു 5 ആൾക്ക് 10 ആൾക്ക് ഉണ്ടായി. അതിനെന്താ ചെയ്യാച്ചാല് ഒരു കത്ത് ഇവിടുന്ന് അങ്ങോട്ട് എഴുതിയിട്ട് വേറെ ഏതെങ്കിലും ക്ലാസിന്റെ മൂലയ്ക്ക് എവിടെയും കൊണ്ടേക്കും, മറ്റുള്ള വന്നത് എടുത്തുണ്ടാവും, എന്നിട്ട് അത് വായിക്കും, നിർവൃതിയാണ്, പിന്നെ ഒരു കത്ത് ഇങ്ങോട്ട് കൊടുക്കും, തന്നെയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സുഹൃത്തുക്കളെ, സ്കൂളിന്റെ ചുറ്റുപാടുകളിൽ, കൂട്ടുകാരെ, സാഹചര്യങ്ങളിൽ എല്ലാം ഒരു പക്ഷേ നമുക്ക് പോലും ലജ്ജ തോന്നുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ കാര്യം ഇപ്പൊ അടുത്താണ്, കുറെ സമയമായിട്ടില്ല, ഒരു UP-യിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ലഹരി അതിന്റെ കടത്തുകാർ ഉപയോഗിച്ചിട്ട് ലഹരിയുമായി പിടിക്കപ്പെട്ടു. ലഹരി കച്ചവടം നടത്തുക. എത്ര വയസ്സുള്ള കുട്ടിയാണ്? UP പ്രായമുള്ള കുട്ടി. എത്ര വയസ്സുണ്ടാവും UP പ്രായം എന്ന് പറഞ്ഞാൽ? എത്ര വയസ്സുണ്ടാവും? 13 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടി. പഴയ കാലത്തൊക്കെ നമ്മൾ തരയോ, നമ്മളൊരു ബസ്സിൽ കയറി, ഒരു ബസ്സിൽ കയറിയാല് നമ്മൾ ഒരു അധ്യാപകനെ കണ്ടാൽ എന്താ ചെയ്യുക? ഒരു അധ്യാപകനെ കണ്ടാൽ എന്താ ചെയ്യുക? നമ്മളെ പഠിപ്പിച്ചൊരു അധ്യാപകനെ ബസ്സിൽ ഇങ്ങനെ കണ്ടു, നമ്മളെന്താ ചെയ്യുക? നമ്മൾ സീറ്റ് ഇരിക്കുകയാണെങ്കിൽ സീറ്റിൽ എണീറ്റ് കൊടുക്കും, എന്നിട്ട് മാഷ ഇരുത്തും, അല്ലേ? പിന്നെ നമ്മുടെ സംസാരത്തിലൊക്കെ നല്ല നിയന്ത്രണം ഉണ്ടാവും. എത്ര വയസ്സായി? നമുക്ക് 10, 35, 40 വയസ്സായിട്ട് നമ്മൾ പറയണം മാഷിന്റെ സംസാരിക്കരുത്. നമ്മൾ ആ അച്ചടക്കം നമ്മൾ കീപ്പ് ചെയ്യും. ഇന്നൊരു ബസ്സിൽ കയറിയാല് അങ്ങനെ ഒരു മാഷുണ്ട് എന്നോ, അവിടെ നമ്മളെ പഠിപ്പിക്കാൻ ടീച്ചർ ഉണ്ടോന്നോ, അധ്യാപകരുണ്ടോന്നോ കുട്ടികൾക്ക് യാതൊരു പരിഗണന ഉണ്ടാവില്ല, ബഹുമാനമില്ല, ആദരവില്ല, ആരോടുമില്ല, പാപ്പാനോടും ഉമ്മാനോടും ഇല്ല. പിന്നല്ലേ മറ്റുള്ളവരോട്. നിങ്ങളൊക്കെ ഒന്ന് പനിച്ചു കിടന്നു വിചാരിക്കാം, വീട്ടിലൊന്നാണ് പനിച്ചു കിടന്നു, ഒരു 2 ദിവസം പനിച്ചു കിടന്നു. നമ്മുടെ വീട്ടിൽ ഒരു 10-15 വയസ്സായ കുട്ടികളുണ്ട് എന്ന് വിചാരിച്ചോളി. നമ്മളൊരു ക്ലാസ് വെള്ളം എടുത്തരാൻ പറഞ്ഞാല് മൊബൈൽ ഫോൺ നോക്കണ, റീൽസ് നോക്കുന്ന, ഇൻസ്റ്റാഗ്രാം നോക്കുന്ന കുട്ടി ഒന്ന് ആലോചിച്ചിട്ട് അവിടെ നിന്ന് എണീക്കുള്ളൂ. വെള്ളം എടുത്തരാന് ഗ്ലാസ് വെള്ളം ചോദിച്ചാല് കുറച്ചു നേരം ഇരിക്കും, ആലോചിച്ചിട്ട് അവിടെ നിന്ന് എണീക്കുള്ളൂ. ഉമ്മാക്ക് വെള്ളം എടുത്ത് കൊടുക്കണോ എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയാണ്, ഉമ്മാടി പണി ജോലിയാണ് മക്കളെ നോക്കല്. നമ്മുടെ കുട്ടികളെ അവർ നടത്തുന്ന പ്രതിസന്ധി, പ്രശ്നം, കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉപ്പാന്റെ ബുദ്ധിമുട്ടൊക്കെ കുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രയാസം ഞാൻ രക്ഷിതാക്കളോ എന്ന് പറയുമ്പോൾ പാപ്പ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചിലപ്പോൾ കൂലിപ്പടിക്ക് പോകണമായിരിക്കും. കുട്ടികളുടെ മനോഭാവം എന്തായാലും അതൊക്കെ വാപ്പ ചെയ്യണ്ട, അതൊക്കെ ഉമ്മ ചെയ്യണ്ട, അപ്പയമ്മ ഞങ്ങളെ നോക്കണ്ടേ തന്നെ. അല്ലാതെ ഓരോട് ഞങ്ങൾക്ക് വലിയതൊന്നുമില്ല. ഈ ഒരു മനോഭാവത്തിലുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് എന്തായാലും, ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാഴ്ചപ്പാടും ഒരു സാമൂഹിക കാഴ്ചപ്പാട് എന്താ വെച്ചാൽ കുട്ടികളാണ് വളർന്നോളുന്നാണ്. കുട്ടികളിങ്ങനെ വളർന്നോളും. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോ അധ്യാപകർ ഒരു മെന്ററാണ് എന്നാണ് പുതിയ കാഴ്ചപ്പാട്. എന്താ? അധ്യാപകർ ഒരു മെന്ററാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ഒന്നും എന്ത് ചെയ്യണ്ട, നമ്മള് ചെയ്യിപ്പിക്കണ്ടില്ല. നമ്മളൊരു ഗൈഡൻസ് ഇങ്ങനെ കൊടുക്കുക, ഒരു മെന്ററായി ഇങ്ങനെ കൂടെ നിൽക്കുക ചെയ്താൽ മതി. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കണം തരാം, കുട്ടികൾ അങ്ങനെ വളർന്നു പോകേണ്ടവരല്ല, അവിടെ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. വെറുതെ ഇങ്ങനെ വളരേണ്ടവരല്ല കുട്ടികൾ,
അതിനാണ് നമ്മൾ ഈ മദ്രസ സംവിധാനം കൈവച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലും. കാരണം നമുക്ക് ചില ധാർമ്മികതകൾ പഠിപ്പിക്കേണ്ടതുണ്ട് മക്കൾ. നമുക്ക് ചില വിശ്വാസങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ കുട്ടികളെ വളർത്തലാണ് ഇസ്ലാം പഠിപ്പിച്ച് കുട്ടികളെ വളർത്തണം. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ വളർന്നോളുന്ന അതാണ് LGBTQAI++ ഒക്കെ വരാൻ കാരണം തന്നെ. കുട്ടികളിങ്ങനെ വളർന്നു 18 വയസ്സാകുമ്പോ ഓന് തോന്നാണ് ഒരാൺകുട്ടിക്ക് ഞാൻ പെണ്ണാണ്, ഓൻ പെണ്ണാണ്. പെൺകുട്ടിക്ക് തോന്നാണ് ഞാൻ ആണാണ്, ഞാൻ ആണാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടാൻ കാരണം കുട്ടികൾ ഇങ്ങനെ വളർന്നു വരിക. ആ വളർത്തലനുസരിച്ച് കുട്ടികൾക്ക് എന്താണോ തോന്നുന്നത് അതായി കുട്ടികൾ വളരുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ പ്രിയമുള്ളവർ, ഇസ്ലാം പഠിപ്പിച്ചെന്നറിയും നമ്മൾ കുട്ടികൾക്ക് തർബിയത്ത് കൊടുത്തവരെ വളർത്തണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു പാഠശാല എന്നുള്ളത്. വീട്ടിലുള്ള ഉപ്പയും ഉമ്മയുമാണ് ഒന്നാമത്തെ അധ്യാപകരും. ഈ രംഗത്ത് നമ്മുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ വേണ്ടത്രയുള്ള ഒരു പരിഗണനയോ നമ്മുടെ വീട്ടിൽ ആ നിലയ്ക്കുള്ള ഒരു പരിചരണമോ ഇല്ലാത്തതാണ് ഒരു പരിധിവരെ നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റി പോകാനുള്ള കാരണമെന്നാണ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഉമ്മമാരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉമ്മമാരുടെ ഒരു ഉത്തരവാദിത്വമാണ് വീട് എന്നുള്ളത്. വീടും വീട്ടിലെ മക്കളും. അതാണ് വിശ്വാസം പഠിപ്പിച്ചത്. അൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി വ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വീട്ടിലുള്ള ഉമ്മമാർ അവരുടെ ഉത്തരവാദിത്വമാണ് ഭർത്താവിന്റെ വീട്, അതുപോലെ തന്നെ മക്കളും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ വീട്ടിൽ വഹിക്കാനുള്ളത് ഉമ്മമാർക്കാണ്. അപ്പൊ ഇവിടെ ഏകദേശം ഇരിക്കണൊക്കെ ഉമ്മമാരാണ്. ആ കുട്ടികളെ ഏറ്റവും ചെറുപ്രായത്തിലെ വളർത്തിക്കൊണ്ടുവരുന്ന ആ മേഖലയിൽ ഒരു ശ്രദ്ധ നമുക്കില്ല എങ്കിൽ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, കുട്ടികൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു പ്രസവത്തിന് ശേഷം മാത്രം, അതിന്റെ തന്നെ മുമ്പുണ്ടാകണം. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് മക്കളെ നന്നാക്കി കൊണ്ടുവരുന്നത്, ശ്രദ്ധ ചെലുത്തേണ്ടത് അത് മുന്നേ കുട്ടി ഉണ്ടാകണം. ഇപ്പൊ ഉണ്ടാകണം ഗർഭിണിയായിരിക്കുമ്പോഴാ അല്ല, ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്ന സമയം മുതൽ ഉണ്ടാകണം. ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്ന സമയം മുതൽ എന്ത് വേണം? കുട്ടികൾക്ക് ജീവിക്കുവാനുള്ള മതപരമായ ചുറ്റുപാടുകൾ നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പരാജയം പറ്റുന്നുണ്ട്. അബുൽ അസ്വദ് ദുവലി അദ്ദേഹം പറയാണ് കുട്ടികളോട്, ഖദ് അഹ്സൻതും ഇലൈക്കും സിഗാറൻ വ കിബാറൻ ഖബല അൻ തുലദു. മക്കളെ വിളിച്ചു പറയണം, മക്കളെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളെ നല്ല നിലയിൽ ചെറുപ്പത്തിലും വലുപ്പത്തിലും അതുപോലെ ജനിക്കുന്നതിന്റെ മുമ്പും നിങ്ങൾക്ക് ഞാൻ ഒരു നന്മ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം ചുറ്റുപാടുണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ മക്കള് ചോദിച്ചെന്താരോ, അപ്പൊ ഉപ്പ ഞങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് എങ്ങനെ ഞങ്ങൾക്ക് ആ ചുറ്റുപാടുണ്ടാക്കി തന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തത്, ഇഖ്തർതുലക്കും മിനൽ ഉമ്മഹാത്ത്, നല്ല ദീനുള്ള മതബോധമുള്ള ഉമ്മയെ നിങ്ങൾക്ക് ഞാൻ തന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഉമ്മമാർക്ക് ദീനുണ്ടാകുക എന്നുള്ളതാണ്. ഉമ്മമാർക്ക് ദീനുണ്ടാകുക പറഞ്ഞാൽ പാത്തുവാകുക അല്ലെ, പേരിലിങ്ങനെ അതല്ല, മറിച്ച് ദീനീപരമായ സംസ്കാരവും ധാർമ്മികതയും ഉമ്മമാർക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുക. എൻ്റെ അകത്ത് വാപ്പാക്ക് ഉണ്ടാകണമെന്നല്ല. ആ ഉമ്മമാർക്ക് അത് ഉണ്ടാകുമ്പോഴേ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവും. കാരണം എന്താണ്? സുഹൃത്തുക്കളെ, നമ്മളാണ് നമ്മുടെ മക്കളിലെ ഒന്നാമത്തെ മാതൃകാ വ്യക്തിത്വങ്ങൾ. ആദ്യം നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകേണ്ടത് നമ്മളാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞത് കേൾക്കാത്തതിന്റെ കാരണം, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നതിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ വീടുകൾ. ഞാൻ പലപ്പോഴും ഇവിടെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ വീടും നമ്മളും നന്നാകാതെ നമ്മുടെ മക്കൾ നന്നാവൂല.
നിങ്ങൾ മദ്രസയിൽ 25 കൊല്ലം വിട്ടിട്ടും കാര്യമില്ല, നാട്ടിൽ നല്ല മദ്രസ ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം മദ്രസ ഉണ്ടായിട്ടും, അല്ലേ, എല്ലാ സംഘടനയിലും മദ്രസ ഉണ്ട്. ഇത്രയധികം മദ്രസകൾ ഉണ്ടായിട്ടും നമ്മുടെ മക്കള് കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് നമ്മുടെ മക്കളെ കാണുന്നത്, കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ നമ്മുടെ മക്കളിൽ ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നത്. സുഹൃത്തുക്കൾ, അതുകൊണ്ടാണ് നമ്മുടെ വീട് അത് ഇസ്ലാമികമായ ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുവരാതെ, നമ്മൾ ഇസ്ലാമികമായ രീതിയിലേക്ക് മാറ്റപ്പെടാതെ ഒരിക്കലും നമ്മുടെ മക്കൾക്കൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുക, അല്ലേ? നമ്മളെപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുക. ഓളെ 14, 12, 14 വയസ്സിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 14, 15 വയസ്സായി 9, 10 എത്തിയപ്പോഴാണ് ഓളെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അകലാൻ തുടങ്ങിയത്. പിന്നെ ഓൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓൾക്ക് പല ബന്ധങ്ങളുമായി തുടങ്ങി. അവൾക്ക് പ്രേമായി. 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞ കല്യാണം കഴിക്കണില്ല, അല്ലേ? ഇങ്ങനെ പല പ്രശ്നങ്ങളുമാണ്. പിന്നെ അവൾക്ക് വേണ്ട ഒരു ഇണയെ കണ്ടെത്തുന്നത്. അവള് പറയുന്നത് കല്യാണം കഴിക്കുകയാണ്, ഞാൻ കഴിക്കാം, തന്നാള്. ഞാൻ 9ാം ക്ലാസ് മുതൽ അവനായിട്ട് പ്രേമത്തിലാണ്, അതുകൊണ്ട് ഓനെ എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കല്യാണം വേണ്ട. അതാണത്തെ കുട്ടികളുടെ രീതി. അവസാനം ഗതി കെട്ടിട്ട് ഒരുപക്ഷെ ആരുടെയെങ്കിലും പെരടിയിൽ വെച്ച് കെട്ടിക്കൊടുക്കേണ്ട ഗതികേടാണ് പല രക്ഷിതാക്കൾക്കുള്ളത്. പഴയ കാലത്തെ പോലെ എന്നല്ല ഇപ്പോ അങ്ങനെ ചാടിപ്പോണേക്ക് പ്രായ വ്യത്യാസമൊന്നുമില്ല. 40-കാരികളൊക്കെ 45-കാരികളൊക്കെയാണ് ഇറങ്ങിപ്പോണത്. കണ്ടോ, സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടവരുടെ കൂടെ ഇറങ്ങിപ്പോകുകയാണ്. സുഹൃത്തുക്കൾ, ഇതിനൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാരണമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഈ കാരണത്തെ നമ്മൾ ചികിത്സിക്കേണ്ടത്. നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയതിന്റെ കാര്യമില്ല. നമ്മുടെ മക്കൾ അവർ മദ്രസകളിൽ പോയിട്ട് നിസ്കരിക്കണില്ല, അവർ ഖുർആൻ ഓതുന്നില്ല. അതിനൊക്കെ ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മുടെ വീടാണ്. നമ്മളും നമ്മുടെ വീടുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ വീട്ടിൽ മദ്രസയിലൊക്കെ വിട്ടിട്ട് 5 നിസ്കരിക്കണില്ല കുട്ടികൾ എങ്കിൽ സുഹൃത്തുക്കൾ, നമ്മുടെ വീട്ടിൽ ആ ഒരു കൃത്യത അല്ലാത്തതുകൊണ്ട് ആർക്കാണ് കൃത്യത ആദ്യം ഉണ്ടാകേണ്ടത്? ആർക്കാണ്? നമുക്കാണ്. ഉപ്പയും ഉമ്മയും എന്ന് പറയുന്നത് നമുക്കാണ് ആദ്യം കൃത്യത ഉണ്ടാകേണ്ടത്. നമ്മൾ ഖുർആൻ എടുത്തിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ടാവും? നമ്മൾ നിരന്തരം ഒരു കൃത്യമായ ടൈമിൽ എഴുന്നേൽക്കുന്നവരാണോ? നമസ്കാരത്തിൽ നമുക്ക് കൃത്യത ഉണ്ടോ? നമുക്കില്ല. പിന്നെ എങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്? മാത്രമല്ല, നമ്മുടെ മക്കൾ പുതിയ ഫാഷൻ, പുതിയ രീതികൾ, ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം തരുമോ? ഒരു 7 വയസ്സായ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ വരുന്ന എന്തെന്ന് അറിയോ? എന്തുണ്ട്? ഒരു കിറ്റ് ഉണ്ട് കയ്യിൽ, ഒരു ബാഗ്, ചെറിയൊരു ബാഗ്. അതിലെന്തൊക്കെ സാധനം അറിയോ? ചീർപ്പ്, മറ്റേ ലിപ്സ്റ്റിക്ക്, മറ്റേ മുടിപ്പിടുന്നത്, കുറേ സാധനം ഉണ്ടായി. ഞാൻ സ്കൂളിൽ നിന്ന് 2ാം ക്ലാസ് കുട്ടിയുടെ കയ്യിൽ ഇതെന്തൊരു, നമ്മൾ ഈ സാധാരണ ക്രയോൺസ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയിട്ട് എന്താ സാധനം എടുത്ത് തേക്കാണ് ഇതിങ്ങനെ. കുട്ടികള് 11:30 സ്നാക്സ് കഴിക്കാൻ പോയിട്ട് ഒന്ന് കൈയ്യെടുക്കാൻ പോയി മുഖം അപ്പുറത്ത് തേച്ചു, ഉച്ചക്കൊന്ന് തേച്ചു, അല്ലേ? ഇതൊക്കെ കാണുന്ന എവിടെ അറിയോ? നമ്മളുടെ കൗമ് അവരടുത്തേ കാണുള്ളൂ, മറ്റൊരിടത്തില്ല. നമ്മള് ഇത് എവിടുന്ന കുട്ടികൾ കിട്ടിയത്? ഇന്നിപ്പോ ഇങ്ങോട്ടുങ്ങളൊക്കെ വരുമ്പോ നല്ല ദീനൊക്കെ ഉണ്ടാവും, നല്ല മുഖമൊക്കെ മറച്ച് നല്ല ഉഷാറായിട്ട് കൊടുക്കുന്ന പർദ്ദയൊക്കെ ഇട്ടിട്ട് നമ്മളെ കാണുമ്പോ ഇനി മുഖം മറച്ചിട്ടില്ലെങ്കിൽ മാക്സിയുടെ പർദ്ദയുടെ ഈ സൈഡ് പിടിച്ച് ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെ നിങ്ങൾ നിൽക്കുക. ഭയങ്കര ബഹുമാനം, ഭയങ്കര ദീനമാണ്. ആ കല്യാണത്തിന് പോകുമ്പോഴോ പച്ച കല്യാണത്തിന് വേറെ ടൈപ്പാണ്, മഞ്ഞ വേറെയാണ്, മറ്റേത് വേറെയാണ്, അല്ലേ? എന്നിട്ടോ അന്യ പുരുഷന്മാരുടെ അവിടെ എന്നിട്ട് ആടിക്കളിക്കാൻ, അത് റീൽസ് എടുക്കാൻ. നിങ്ങൾ ആലോചിച്ചോ, അത് റീൽസ് എടുക്കുക എല്ലാത്തിനും, അല്ലേ? മരിച്ചവരപ്പോ ആഘോഷമാണ്, മരിച്ചവരാഘോഷമാണ്. എന്തിനാഘോഷമല്ലാത്തത്?
നമ്മുടെ വല്യമ്മക്ക് 65 വയസ്സായ ഒരാഘോഷം. ആ വല്യമ്മാണ് വിളിച്ചൊരു കേക്ക് മുറിച്ച്, ആന വല്യപ്പാക്ക് ഒരു കേക്ക് മുറിച്ച് സുഹൃത്തുക്കൾ എവിടുന്ന് അതൊക്കെ കിട്ടിയത്? എവിടുന്ന കിട്ടിയത്? പിന്നെ അതൊക്കെ റീൽസ് ഇടുക, ഒരു പാട്ടൊക്കെ കയറ്റിയിട്ട് അത് വാട്സപ്പിൽ ഇട്ട് അത് സ്റ്റാറ്റസ് വെച്ചിട്ട് അത് 100 ആള് 10 ആള് നമ്മളെ കോണ്ടാക്റ്റിലുള്ളവരൊക്കെ കാണുക. എന്തൊരു മോശമായ സംസ്കാരമാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മളിങ്ങനെ ആടുന്നതും നമ്മളിങ്ങനെ പാടുന്നതും, എന്നിട്ട് നമ്മളാണ് ഈ കുട്ടികളെ ഉപദേശിക്കുന്നത്. നമ്മള് കുട്ടികളെ ഉപദേശിക്കാൻ ആലോചിച്ച് നോക്കി, ഈ കുട്ടികൾ നേരാവും? അത് ഞാൻ പറഞ്ഞത്, വീട്ടിൽ ആദ്യം നന്നാകേണ്ടത് പ്രത്യേകിച്ച് ഉമ്മമാരാണ്. മൊബൈൽ ഫോണുകളിൽ രാവും പകലും ഭേദമില്ലാതെ സുഹൃത്തുക്കളെ, നമ്മൾക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട് നമുക്കറിയോ? ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ചപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഇഷ്ടംപോലെ ഗ്രൂപ്പാണ് നമുക്ക്. ഒന്ന് നമ്മള് 5ാം ക്ലാസ് മുതൽ 10 വരെ പഠിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഡിഗ്രിക്കും പ്ലസ് ടു പഠിച്ച വേറെ ഗ്രൂപ്പ് ഉണ്ടാവും. നാട്ടിലൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഗ്രൂപ്പുകൾ തന്നെ. എന്നിട്ട് രാവിലെ മുതൽ തുടങ്ങുന്നതിൽ മെസ്സേജ് അയക്കല്, അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കല്. അതിനു പുറമെ നമ്മൾ ഫേസ്ബുക്ക് നോക്കണം, അതിനു പുറമെ മറ്റേ ഇൻസ്റ്റാഗ്രാം നോക്കണം. ഇതന്നെ നമ്മള് പണി. വീട്ടിൽ നമ്മൾ മൊബൈൽ ഫോൺ നിലത്ത് വെക്കണില്ല. നമ്മളെ കുട്ടികളോ ഒരു ചെറിയ സമയം കിട്ടിയാൽ സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ സമയം കിട്ടി എന്താ ചെയ്യാറുള്ളത്? നമ്മുടെ കുട്ടികൾക്ക് സംസാരിച്ചിരിക്കലുണ്ടോ? വീട്ടിലിപ്പോ നമ്മളൊരു ഉണർന്നിരിക്കുന്ന സമയങ്ങൾ ആലോചിക്കും, എത്ര മണിക്കൂർ ഉണ്ടാവും? ആ ഉണർന്നിരിക്കുന്ന സമയത്തിൽ ഭൂരിഭാഗ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ മൊബൈൽ ഫോണാണ്. അതിനാണ് നമ്മളുള്ളത്. എന്നിട്ട് നമ്മുടെ കുട്ടികളെ കംപ്ലൈന്റ് പറയണത്, ഫുൾ ടൈം മൊബൈലാണ്, ഓനാ കുറവ് സമയം ഉപയോഗിക്കുന്നത്. കാരണം രാവിലെ മദ്രസ പോണ സമയം എടുക്കണില്ല, 10 to 4 സ്കൂളിൽ പോണ സമയം എടുക്കണില്ല അല്ലേ? നമ്മളാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഇത് അതിന് വേണ്ടതും വേണ്ടാത്തതും നമ്മൾ വിചാരിക്കുന്നതൊക്കെ വയത് കാണാനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗം കേൾക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഖുർആൻ ക്ലാസ് കാണാനാണ് അല്ലെ? എപ്പോഴും നമുക്ക് 10 സൂറത്തിന്റെ അർത്ഥം പോലും വൃത്തിയായിട്ട് അറിയില്ല. അതിനവസ്ഥ അതാ ഞാൻ പറഞ്ഞത്. എന്തറിയോ, ആദ്യം രോഗം എവിടെയാണ് തിരിച്ചറിയാന്നുള്ളതാണ്. അത് പരിഹരിക്കാനുള്ള മാർഗം ആ രോഗങ്ങളെത്താൻ ഉമ്മമാരെന്ന് പറയുന്ന ആളുകളുടെ കയ്യിലാണ്. ഉപ്പമാര് പിന്നെ പകലൊന്നും വീട്ടിലുണ്ടാവില്ല എന്നൊക്കെ. നമ്മൾ എത്ര നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം കുറക്കുന്നുണ്ടോ അത്രയും നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗം കുറക്കും. നമ്മൾ എത്ര ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ നമ്മുടെ മക്കളും ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കും. നമ്മൾ എത്ര വേഷവിധാനങ്ങളിലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ടോ അതേപോലെ ഇരിക്കും നമ്മുടെ മക്കൾ ഉണ്ടാകുക. അല്ല, നമ്മുടെ മക്കൾ ഇങ്ങനെ മദ്രസ പോയി നരാകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പ്രിയമുള്ളവരെ. മാത്രമല്ല, ഇന്ന് എന്തറിയും, നമ്മുടെ വീട് പോലും ഇന്ന് നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതറിയും, നമ്മുടെ ചുറ്റുപാടുകൾ ഇതിനേക്കാൾ മലീമസമാണ് തിരിച്ചറിയാം. നമ്മുടെ വീട് നന്നാക്കാൻ നമുക്ക് കഴിയും, നമുക്ക് മാറാൻ കഴിയും. എന്നാൽ നമ്മുടെ വീടും നമ്മളും മാറാൻ തയ്യാറില്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ അതിനേക്കാൾ മോശം. നമ്മുടെ വീട്ടിന്റെ ഡോറെടുത്ത് ഇറങ്ങി പുറത്തിറങ്ങിയാല് ആ കുട്ടിക്ക് കിട്ടാത്തൊന്നുമില്ല, എല്ലാം കിട്ടും. എന്താ കിട്ടാത്തത്? ലഹരി കിട്ടും. പണ്ടത്തെ പോലെ ലഹരി ഒരു മാസം ഉപയോഗിച്ചാൽ കുട്ടി അഡിക്റ്റ് ആവുന്നൊന്നുമില്ല. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് അഡിക്റ്റായി. കണ്ടോ, 12 മണിക്കൂറൊക്കെ അവരുടെ ലഹരിയിലാവും. പിന്നെ 12 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ഡോസ് കിട്ടണം. അതാണ് രാസലഹരികൾ. അത് കിട്ടേണ്ട കുട്ടികൾക്കൊന്ന്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നമ്മൾ മാറിയിട്ടുണ്ടോ, നമ്മുടെ വീട് ഇസ്ലാമികമായി മാറിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് മതി മദ്രസയെ കുറ്റം പറയാം. മദ്രസയിൽ വിട്ടിട്ട് മാറ്റമില്ല. ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ വീട്ടിൽ കൂടി എന്ത് ചെയ്യണം?
രക്ഷിതാക്കള് ഒരേ ശ്രദ്ധ ഉണ്ടാകണം. മറ്റൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുട്ടികൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകണം. ആ ഇടപെടലുകൾക്ക് 2-3 ഷർത്തുണ്ട്. നമ്മൾ ഇടപെടാത്തതല്ല, നമ്മളെ കുട്ടികളിൽ എന്തെങ്കിലും അപാകത കണ്ടാൽ നമ്മൾ ഇടപെടുക. ആ ഇടപെടൽ എങ്ങനെ ഉണ്ടാകുക? കുട്ടിയും രക്ഷിതാക്കളും തമ്മിൽ ഒരു യുദ്ധത്തിലാണ് അത് കലാശിക്കാറുള്ളത്. ഒന്നുമില്ലെങ്കിൽ കുട്ടി തെറ്റിപ്പോവും, അല്ലെങ്കിൽ വാപ്പയും തെറ്റിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും, പിന്നെ 2 ദിവസം കൊണ്ടൂല, അങ്ങനെ ഉണ്ടാകുക. അങ്ങനെയല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികളെ ഇടപെടൽ നടത്തുമ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്താ പറയുക, ഒന്ന് സ്നേഹത്തിലായിരിക്കണം, അതുപോലെ മയത്തിലായിരിക്കണം നമ്മൾ ഇടപെടുന്നത്. കുട്ടികളെയൊക്കെ ഉപദേശിക്കുമ്പോൾ ഒരു മയത്തിൽ, ഒരു സ്നേഹത്തിലാണ് നമ്മൾ കുട്ടികളെ ഇടപെടൽ നടത്തി അവരെന്ത് ചെയ്യേണ്ടത്, വളർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ അടിച്ചിട്ടൊന്നും കാര്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് കുട്ടികളങ്ങനെ, കുട്ടികൾക്ക് ഒന്നിനും സ്ഥലത്തല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും അല്ലെ, അതുകൊണ്ടാണ് ഈ ഷോർട്സ് റീൽസ് ഒക്കെ ഉണ്ടോ. പണ്ടൊക്കെ 2.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു സിനിമ ഉണ്ടായി. ഇന്നിപ്പോ എന്താ ചെയ്യുക, ഇന്ന് കുട്ടികൾക്ക് ഷോർട്സ് റീൽസ് ആണ്, പെട്ടെന്ന് എല്ലാം കണ്ടു തീർക്കണം, എങ്ങനെ വരച്ചു പോകുക. കുട്ടികൾക്ക് ഒന്നിനും സമയമില്ലാത്ത കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളിൽ ഇടപെടൽ നടത്തിയാണ് കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. അതെങ്ങനെയായിരിക്കണം? അത് നമ്മൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ പോസിറ്റീവായിട്ടായിരിക്കണം ഇടപെടൽ നടത്തേണ്ടത്. ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് മാർക്കുകൾ കുറഞ്ഞു വിചാരിക്കുക. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? കേട്ടോ, മറ്റവനും എൻ്റെ മാതിരി മദ്രസയിൽ പോകാനാണ്, സ്കൂളിൽ പോകാനാണ്, ഓനിക്കൊക്കെ ഫുള്ള് മാർക്കാണ്, ഇതെന്തപ്പോ എങ്ങനെ ആയത്, അനക്കെന്തപ്പോ മാർക്ക് കുറഞ്ഞത്? അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഒരു മാർക്ക് കുറേ കാരണമുണ്ട്. അതെന്താ അറിയോ? ഏറ്റവും പ്രധാന കാരണം നമ്മൾ ഒരു വാപ്പിക്കൈ എന്നുള്ളതാണ്. നമ്മൾ മദ്രസ പഠിക്കുമ്പോൾ, സ്കൂൾ പഠിക്കുമ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ മക്കളാണ്. നമ്മളൊരു വാപ്പിക്കൈ ആയതാണ് ഒന്നാമത് കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം. നമ്മളെ കുട്ടികൾ 5 കൃത്യമായി നിസ്കരിക്കാത്തതിന് കാരണം എന്താ? നമ്മളൊരു വാപ്പിക്കൈ ആയതുകൊണ്ടാണ്. നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തതിന് കാരണം എന്താ? നമ്മളൊരു വാപ്പിക്കൈ ആയതുകൊണ്ടാണ്. അതാണ് പ്രശ്നം. നമ്മളവന്റെ വാപ്പിക്കൈ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞത്. മനസ്സിലായിട്ടോ? അപ്പൊ നമ്മൾ കുറവുള്ള, നമ്മൾ എന്താ ചെയ്യുന്നത്, കുട്ടികൾ കൂടുതൽ മാർക്കുള്ളത് എന്താ നോക്കിയിട്ട് കുട്ടികൾ ഈ നല്ല മാർക്ക് ഫിഖിൽ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സയൻസിൽ വാങ്ങിയിട്ടുണ്ട്, ഈ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ എനിക്ക് മറ്റേലോ മാർക്ക് കിട്ടും. അങ്ങനെ പോസിറ്റീവായിട്ടാണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപദേശം നടത്തേണ്ടത്. അല്ലാതെ കുട്ടികളെ അടിച്ചിരുത്തിയിട്ട് ഒരു പൊട്ടനാണ്, എനിക്കൊന്നും അറിയില്ല, ഒരു കാറിന്റെ കമ്പനി ഉണ്ടാക്കി, എന്നിട്ട് ആ കാറിന്റെ കമ്പനി പറയാണ് ഇതൊരു പൊട്ട കാറാണ്. ഒരു കാർ ഉണ്ടാക്കിയിട്ട് കമ്പനി പറയാണ് പൊട്ട കാറാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തിയിട്ട്, നമ്മൾ പറയാണ് ഒരു പൊട്ടനാണ്. അങ്ങനെ പറയാൻ പറ്റൂല. കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു തലമുറയിൽ കുട്ടികൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരായി? നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ അല്ലേ? അടുത്ത ഫ്രണ്ട് ആരായിരിക്കും? എങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട്? എന്നറിയില്ലേ? സുഹൃത്ത്. നമ്മൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാണ്? അവൻ എങ്ങനെയുള്ളവനാണ്? നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആണോ? അല്ല. പിന്നെ എങ്ങനെയുള്ളതാണ്? നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ നമ്മളെ സ്നേഹത്തോടു കൂടി ഉപദേശിക്കുകയും, അല്ലേ? നമ്മളെ സ്നേഹത്തോടു കൂടി ഉപദേശിക്കുകയും, നന്മകൾക്ക് നമ്മുടെ കൂടെ നിൽക്കുകയും, നമ്മൾ പറയുന്നത് കേൾക്കാൻ കാത് നൽകുകയും, നമ്മുടെ കൂടെ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടാകുക. അവന്റെ കൂടെ ഇരിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും, അവനോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. ആണുങ്ങൾക്ക് ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് അവന്റെ അല്ല അവളെ ഇരിക്കും, അല്ലേ? താല്പര്യം ഉണ്ടാവും. കാരണം എന്താ? അവൻ ഏറ്റവും സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത്.
നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഇരിക്കാത്ത എന്താ? ഇപ്പൊ സ്കൂള് മദ്രസൊക്കെ വിട്ടു വന്നു, നമ്മളെ വീട്ടില് ചിലപ്പോ ഉമ്മ ഉണ്ടാകുക, നമ്മളെ കുട്ടികൾ ഉമ്മാൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ചിലപ്പോൾ ഇരിക്കൂല. അതിന്റെ കാരണം എന്താ കാരണം? 10 മിനിറ്റ് നമ്മ ഉപദേശത്തിന്റെ ചാക്കറക്കും, എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പ്രശ്നമായി അപ്പൊ ചീത്ത പറയും അല്ലേ? അപ്പൊ നമ്മൾ രക്ഷിതാക്കൾ കുട്ടികൾ ഏറ്റവും അടുത്ത സുഹൃത്താകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളെ ആ കുട്ടിയുടെ സംസാരം കേൾക്കാൻ, അവന്റെ കൂടെ ഇരിക്കാൻ, അവനോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സത്യത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മുടെ കുട്ടികളുടെ മുഖത്ത് പോലും നോക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. മുഖത്ത് നോക്കാൻ നമുക്ക് സമയമില്ല. ഒരു രക്ഷിതാക്കൾക്കൊന്നും സമയമില്ല. കുറച്ചു കഴിയുന്ന സംസാരിക്കാൻ, അവന്റെ സംസാരം കേൾക്കാൻ നമുക്ക് സമയമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തണം. നമ്മുടെ വീടുകളിൽ കുട്ടികളുമായി സംസാരിക്കണം, കുട്ടികളുമായി കളിക്കണം, കുട്ടികളുമായി കൊണ്ട് അവരുടെ സംസാരം, ഇപ്പൊ സ്കൂളിൽ പോയി എന്തെങ്കിലും നമ്മൾ പറയേണ്ടത് കേൾക്കണം, കുട്ടികളുമായി നല്ല ഇടപെടലുകൾ നടത്തണം. അങ്ങനെ കുട്ടികളെ നല്ല കുട്ടികളെ വളരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനഃപൂർവ്വ സമയം കണ്ടെത്താം. അതിനെന്തൊരു പണിയറിയോ? ഒരേ ഒരു മാർഗമുള്ളൂ. ഈ മൊബൈൽ ഫോൺ എന്ന സാധനം വീട്ടിലെത്തിയാൽ അങ്ങോട്ട് ഒഴിവാക്കി എവിടെയും ഒഴിവാക്കി വെക്കുക. വളരെ അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗപ്പെടുത്താവൂ. അല്ലാത്തിടത്തോളം കാലം പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമ്മൾ കേൾക്കാൻ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ എന്തറിയോ? നമ്മുടെ കുട്ടികളെ കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളെ കുട്ടികളുമായി യാത്ര ചെയ്യാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ യാത്ര കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ +2 ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൺവെട്ടത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട്, ഇപ്പൊ ഇവിടെ ഒരു കുട്ടി മംഗലാപുരം പഠിക്കാൻ പോകുക വിചാരിച്ചു, അവിടെ എത്തിയാല് ചിലപ്പോൾ ഉണ്ടാവും ഡ്യൂക്കിന്റെ മുന്നിൽ നമ്മളെ കുട്ടികൾ ഇങ്ങനെ പോകണം. ഡ്യൂക്ക് അറിയില്ലേ? ഡ്യൂക്ക് പറഞ്ഞൊരു ബൈക്കാണ്. നമ്മളൊരു ചെയറൊക്കെ ഇട്ട് വേണം നമുക്ക് കയറാൻ. മറ്റൊരു തന്നെ ബോളിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഉണ്ടാവും. അതെന്തുകൊണ്ടാ അറിയോ? നമ്മുടെ കുട്ടികൾക്ക് യാത്ര ചെയ്യായിട്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ചുറ്റുപാട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ആ ചുറ്റുപാട് എങ്ങനെയറിയും? ആ ചുറ്റുപാട് വെറും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല്, വസ്ത്രം ഉണ്ടാക്കി കൊടുക്കല് അത് മാത്രമല്ല, മറിച്ച് കുട്ടികളുമായി ഏറ്റവും സ്നേഹബന്ധത്തിൽ സംസാരിക്കുക, കുട്ടികളെ കെട്ടിപ്പിടിക്കുക, കുട്ടികളെ ഉമ്മ വെക്കുക. ഇതൊക്കെ അമ്മമാര് ചെയ്യണം. പ്രത്യേകിച്ച് അമ്മമാരും പരിവൊക്കെയുള്ള ജോലിയാണത്. കുട്ടികളെ ഉപദേശിക്കുക. ആ ഉപദേശമൊക്കെ എങ്ങനെയാണ്? സ്നേഹത്തിൽ ഉപദേശിക്കുക. അപ്പൊ ആ നിലക്കൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇടപെടലുകൾ നടത്തി തെറ്റുകളിൽ നിന്ന് കുട്ടികളെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന സത്യത്തിൽ അത് നമ്മളോട് സ്നേഹത്തോടു കൂടി പെരുമാറണം നമ്മൾ ആഗ്രഹിക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോട്ടെ, നമ്മുടെ ഭർത്താക്കന്മാര് നമ്മളോട് ഏറ്റവും നന്നായി പെരുമാറാൻ ആഗ്രഹിക്കണില്ലേ? നല്ല രീതിയിൽ സംസാരിക്കണം ആഗ്രഹിക്കില്ലേ? നിങ്ങൾ എങ്ങനെ കുറ്റപ്പെടുത്താൻ ഭർത്താവ് വിചാരിച്ചോളി, എത്ര ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവും? നമ്മളൊരു ചോറുണ്ടാക്കി, കറി ഉണ്ടാക്കി, കണ്ടോ എപ്പോഴും ഈ കറി വെച്ചാലും ഇങ്ങനെ തന്നെ അതിൽ മുളക് കൂടി പന്ന് തിന്നാൻ പറ്റൂല. കേട്ടാ, എന്ത് ചെയ്താലും അതിൽ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. ഒരു ഭാര്യമാരത് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയും അവനെ കുറ്റപ്പെടുന്ന ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ അതും പാടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, ഓർക്കൊക്കെ ഫുൾ A+ ആണ്, എനിക്ക് 8 ഉള്ളൂ, 2 A+ ഇല്ല. സുഹൃത്തുക്കൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ കുട്ടിയുടെ കഴിവല്ല മറ്റു കുട്ടിയുടെ കഴിവുകൾ തമ്മിൽ മാറ്റം ഉണ്ടാവും. അത് നമ്മളും അങ്ങനെ ആഗ്രഹിക്കണില്ല. നമ്മളോട് പറയാൻ നമ്മുടെ ഭർത്താവ് പറയാണ്, നമ്മളെ വിളിച്ചിട്ട്, അല്ല ഖദീജ ഇതെന്തെങ്ങനെ, അപ്പുറത്തുള്ള ആ പാത്തുമാനെ നോക്ക്, ഓൾ എത്ര നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അങ്ങനെ പറയുന്നത് ഇല്ല. അതേപോലെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് നമുക്കിഷ്ടമില്ലാത്തതുപോലെ നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നത് അതും നമുക്ക് ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുട്ടികൾ
കുട്ടികളെ വളർത്തുന്നിടത്ത് നല്ലൊരു ശ്രദ്ധ ഉണ്ടാകണം. ഒന്നെന്താ പറയുക, കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെ അങ്ങനെ ചുംബിച്ചിരുന്നു എന്നാണ്. അതുപോലെ തന്നെ കുട്ടികളുമായി കണ്ട് ആന കളിച്ചിരുന്നു എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന കളിക്കാൻ വീട്ടിലെ ആന പോയിട്ട് ആളെ തന്നെ കാണുന്നില്ല അല്ലേ? കുട്ടികൾ ആന കളിക്കണ്ട, കുട്ടികളൊപ്പം കളിക്കാന്നായിരിക്കും സമയമുള്ളത്? ഒരു സമയമില്ല. അതാണത്. വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 10 ഫോൺ ഉണ്ടാവും. ആ 10 ഫോണില് ഓരോരുത്തർക്ക് 2 ചാനൽ ഉണ്ടാവും. മേലെന്ന് മകള് റീൽസ് ഇടും, ഇപ്പുറത്ത് ഉമ്മ റീൽസ് ഇടും. ഇതല്ലേ അവസ്ഥ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടില് കുട്ടികളുമായി സംസാരിക്കാൻ, കുട്ടികളുമായി ഇടപഴകാൻ, കുട്ടികളുമായി കൊണ്ടിരിക്കാൻ, കുട്ടികളുമായി യാത്ര ചെയ്യാൻ, അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വാപ്പക്കും ഉമ്മക്കുണ്ട്. അതെന്താ പറയുക, നമ്മൾ വീട്ടില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാകണം. നല്ല സ്നേഹത്തിലാകണം. അയേ പറ്റൂ. നമ്മളെ വീട്ടിൽ പരസ്പരം കണ്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും സംസാരത്തിലുള്ള വീഴ്ചകളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളിലും കാണാൻ കഴിയും. കുട്ടികൾ കാണാൻ കഴിയും, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഭാര്യ ഉപദേശിക്കുമ്പോൾ ഇസ്ലാം നിർദ്ദേശം എന്താ? എവിടുന്ന് ഉപദേശിക്കണം എന്ന്? എവിടുന്ന നമ്മുടെ ഭാര്യ ഉപദേശിക്കേണ്ടത്? ഇവിടെ ഭാര്യനെ ഭർത്താവിനേക്കാർ ഉപദേശിക്കണേ. ഭാര്യ ഉപദേശിക്കേണ്ട എവിടുന്ന? അവനെ ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ. അല്ലാതെ ബൈക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴോ കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോഴോ അല്ല. അപ്പോഴല്ല നമ്മൾ എന്തെങ്കിലും അപാകത നമ്മുടെ ഇണകൾക്കുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം നൽകേണ്ടത് വരുന്ന ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടല്ല, കുട്ടികളെ മറ്റുള്ളവരൊന്നും മുന്നിൽ വെച്ചിട്ടല്ല, ബെഡ്റൂമിൽ കൊണ്ടുവച്ചാണ് ഉപദേശിക്കേണ്ടത്. ഇനി അഥവാ ഒന്ന് അടിക്കണമെങ്കിൽ എവിടുന്ന അടിക്കേണ്ടത്? ഞാനും പോയി അടിക്കാൻ നിൽക്കണ്ട. അഥവാ കുറെ ഘട്ടം കഴിഞ്ഞിട്ടാണ് ചിലപ്പോ ഒന്ന് അടിക്കേണ്ടി വരിക. കുറെ ഘട്ടം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ അത് ചെയ്യുന്നെങ്കിലും ഇതെന്താ അറിയോ, നമ്മളിങ്ങനെ പരസ്പരം വാപ്പിക്കും വീട്ടിൽ തുടങ്ങും പ്രശ്നം. എന്ത് ചെയ്യും? കയ്യോങ്ങൽ വരെ ചില ആൾക്കാർക്ക് BP എന്നാ പറയുന്നത്. ഭാര്യയുടെ നേരെ കയ്യോങ്ങും, അത് കുട്ടികൾ കാണും. അല്ലാണ്ടോ ഇനി ഒന്നുമില്ലായിരുന്നു ഉള്ളെങ്കിലും കൊടുക്കും, അത് കുട്ടികൾ കാണും. കണ്ടോ? നമ്മുടെ സംസാരത്തിൽ വരുന്ന അപാകതകൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളില് അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കും. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ വഴിവിടും. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാപ്പയും ഉമ്മയും വീട്ടിൽ എത്ര സന്തോഷകരമായ ജീവിതം നയിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ കുട്ടികൾ നന്നാവും. വാപ്പയും ഉമ്മയും വീട്ടിൽ എത്ര ദീനീപരമായ സംസ്കാരം ഉണ്ടോ അതുപോലെ നമ്മുടെ മക്കൾക്ക് ദീനീപരമായ സംസ്കാരം ഉണ്ടാവും. വാപ്പയും ഉമ്മയും വീടുകളിൽ എത്ര ധാർമ്മികമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മക്കൾക്കും ധാർമ്മികമായ ബോധമുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിപ്പോ എന്തായാലും വീട്ടിൽ എല്ലാ സിനിമയും സീരിയലും പാട്ടും കൂത്തും സംഗീതവും ഇല്ലണ്ടേ? എന്തല്ലാത്തത്? പണ്ടൊക്കെ TV-യിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കണ്ടതല്ല, ഓരോരുത്തർക്കും കാണാം. എന്തും കാണാം അല്ലേ? ആരാ എന്താ കാണണമെന്ന് പറയാൻ പറ്റൂല. സുഹൃത്തുക്കളുടെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് തെറ്റ് ചെയ്യാം. ഇന്നത്തെ കാലഘട്ടം എന്തും കാണാൻ പറ്റുന്ന കാലഘട്ടമാണ്. ചെറിയ കുടുംബ പ്രശ്നം നല്ല നമ്മുടെ നാട്ടിലുള്ളത് അതൊക്കെ ചീറ്റി പുറത്തു വരുമ്പോഴാണ് പലതും അറിയുന്നത്. പരിഹരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. പല ആളുകളും പുറത്തു പറയണില്ല എന്നുള്ളൂ. എന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുടെ സുഹൃത്തുക്കൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അന്യ പുരുഷന്മാരോട് ചാറ്റ് ചെയ്യുന്നവര്, അന്യ സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്നവര്, പലതും അതിൽ കാണുന്നവര്. നമ്മൾ ആലോചിച്ച് നോക്കി. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികൾ നമ്മൾ സെർച്ച് ചെയ്ത സൈറ്റുകൾ കണ്ടെത്തും. നമ്മൾ സെർച്ച് ചെയ്ത സൈറ്റുകളെ നമ്മളെക്കാൾ സ്പീഡില് നമ്മുടെ കുട്ടികൾ കണ്ടെത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ രീതികളും നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രീതികളും തന്നെ നമ്മുടെ കുട്ടികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല.
വാപ്പ ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു ധാർമ്മിക ബോധമുള്ള, ഒരു ദീനി ബോധമുള്ള ഉപ്പയെയും ഉമ്മയെയും കണ്ടെത്താൻ മക്കൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാർ, നമ്മളത് മാറാൻ തയ്യാറാകണം. നമ്മൾ ഇത്തരം എല്ലാ തിന്മകളിൽ നിന്നും മാറാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കലും, നമ്മൾ ഈ 2-3 കോട്ട് അല്ലേ, ഈ ബ്യൂട്ടി പാർലറിൽ പോവുക, കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം പോകും ബ്യൂട്ടി പാർലറിൽ. എന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ കെട്ടിയവരെ ചിന്തിച്ചു പോകും, ഇതിന്റെ കെട്ടിയവ തന്നെയാണോ? ചിലർ തിരിച്ചറിയുന്നില്ല. എവിടെ ഞാൻ കല്യാണത്തിന് പോയപ്പോ കല്യാണ പെണ്ണിനെ കണ്ടു. നമ്മളിങ്ങനെ കാണുമല്ലോ, സ്വാഭാവികമായിട്ട് കാണുമ്പോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടപ്പോ ഇതാണ് കല്യാണ പെണ്ണ്. നല്ല മാറ്റം. ഇവിടെ ആകെ കറുത്തിട്ടാണ്. ഇവിടെ കല്യാണത്തിന് കണ്ടപ്പോ ഇവിടുന്ന് വെളുത്ത് ഭയങ്കര ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് ആകെ വെളുത്ത് തയ്ച്ച്. അപ്പൊ എന്താ വെച്ചാൽ അത്രയും ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാണ്. ഇസ്ലാം പ്രിയമുള്ളവരെ വിരോധിച്ചൊരു കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ശപിക്കപ്പെട്ട പെണ്ണുങ്ങളാണ്. ആ ശപിക്കപ്പെട്ട പെണ്ണുങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാലറിയോ? സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അറബികളുടെ രീതിയായിരുന്നു പല്ല് അതിങ്ങനെ രാഗിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ വിടവുണ്ടാക്കും. അതുപോലെ തന്നെ പിരിക ഇങ്ങനെ പ്ലക്ക് ചെയ്യും. അത് ഇന്നുണ്ട് അല്ലേ, പിരിക പ്ലക്ക് ചെയ്യല്. വിശ്വാസം പഠിപ്പിക്കാൻ അവർ ശപിക്കപ്പെട്ട പെണ്ണുങ്ങളാണ്. ഈ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൗന്ദര്യം കാണിക്കേണ്ട എവിടെ കാണിക്കേണ്ടത്? കെട്ടിയോന്റെ അടുത്ത് തലേന്നത്തെ മീൻ നന്നാക്കിയ ആ മണൊക്കെ അയച്ചുകാരൻ മീൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ കാണുമ്പോൾ ആകെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഓരോ മോഡൽ പർദ്ദക്കിടാറിനാൽ. ഇപ്പൊ നമ്മൾ വിചാരിക്കും പർദ്ദ ഭയങ്കര ഇസ്ലാമികാണ്. ഇന്നിപ്പോ അതൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷൻ. നടക്കുമ്പോ കാണാം ഉള്ളിൽ ടൈറ്റ് ഫിറ്റ് ജീൻസ് ഒക്കെ ഇങ്ങനെ കാണും. അതിങ്ങനെ തുറന്നിടും ഇവിടെ, അല്ലെങ്കിൽ കഴുത്ത് തുറന്നിടും. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചറിയോ? ഇവരൊന്നും സ്വർഗത്തിന്റെ 7 അയലത്ത് വരെ അർഹതയുള്ളവരല്ല. സുഹൃത്തുക്കളെ, നമ്മൾ മരിക്കൂലേ? നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മൾ മരിക്കൂലേ? ഇല്ലേ? നമ്മൾ മരിക്കൂലേ? നമ്മുടെ എല്ലാ വില കൂടിയ സാധനങ്ങൾ അടിച്ചു മാറ്റപ്പെടും. എന്നിട്ട് നല്ല വൃത്തിയായി കുളിപ്പിച്ചിട്ട് നിസാരമായ 3 തുണിയില നമ്മളെ പൊതിയാണ്. എന്നിട്ട് കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം 6 അടി മണ്ണ്. ആ കബറുകൾ കണ്ടിട്ടുണ്ടോ? എത്ര ഇടുങ്ങിയതാണ്! മേൽക്കബറിന്റെ ഇടുങ്ങിയതാണ്. ഒരാൾക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ കഴിയുന്നുള്ളൂ. അടിയിലെ കബർ പറഞ്ഞാല് ഒരു കയ്യാണ് താഴേക്ക് വെച്ചിട്ട് എടുക്കാൻ കഴിയും. നമ്മളൊരു മയ്യത്ത് ഇങ്ങനെ 2 കയ്യേറ്റല്ല വെക്കുക. സ്ത്രീകൾക്ക് പറയണ്ടാവില്ല, എങ്ങനെ വെക്കുക അറിയോ? 2 സ്ഥലം തോർത്ത് പിടിച്ചിട്ടാണ് മയ്യത്ത് ഇങ്ങനെ ഇറക്കി വെക്കാൻ. കാരണം കൈ വെച്ച കൈയിട്ട് ഇടുങ്ങിയിട്ട് ഇങ്ങോട്ട് കിട്ടൂല. അത്ര എടുക്കാൻ ഈ കബർ. ആ കബറിൽ നമ്മുടെ ശരീരം കൊണ്ടുവെക്കപ്പെടും. ഒരു 3 ദിവസം കൊണ്ട് ശരീരം ഇങ്ങനെ അഴുകാൻ തുടങ്ങും. നമ്മളിങ്ങനെ സൗന്ദര്യമായിട്ട് ഇങ്ങനെ 4 ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് കുട്ടിയടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയില്ലേ, നമ്മുടെ കവിളും ഇതൊക്കെ ഇങ്ങനെ പുഴു തിന്നാൻ തുടങ്ങും. ഒരു മനുഷ്യന് കാണാൻ പറ്റാത്ത രൂപത്തില് കണ്ണൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് ചാടുന്നുണ്ട് താഴെ. അതാണ് ഈ പണ്ട് 3-ന് കണ്ണോക്ക് പറഞ്ഞാൽ, കണ്ണോക്ക് എന്ന് പറയുന്നത് പണ്ട് അല്ലേ? എന്തേ കണ്ണോക്ക് പറഞ്ഞാൽ? കണ്ണേറ്റ് നോക്കല്ല, ഈ കണ്ണ് അണ്ട് അഴുകിയിട്ട് ശരീരത്താണ് വേർപെട്ടു പോകും. ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ മരണത്തിന്റെ ശേഷം പ്രിയമുള്ളവർ നമ്മളെ ഇങ്ങനെ അവസ്ഥയിലേക്കാണ് പോകാനുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം അവസാനിക്കണമെന്നില്ല. ഇതൊരു 2ാം ഘട്ടം മാത്രമായിട്ടുള്ളൂ. ഇനി 2 കടമ്പകൾ നമ്മൾ കടക്കണം. അതൊന്നാണ് ഈ കബർ. ഇവിടുന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഇനി മരണം മുതൽ അങ്ങോട്ടുണ്ടാകുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന പുണ്യത്ര അറിയോ? പരലോകത്തെ ചില മാതാപിതാക്കൾ ഇങ്ങനെ ഉന്നതമായ സ്ഥാനത്തേക്ക് കയറി പോകുന്ന ചില മാതാപിതാക്കൾ അവരുടെ ശരീരത്തിൽ ഏറ്റവും നല്ല ആടയാഭരണങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെ അവരിങ്ങനെ സ്വർഗത്തേക്ക് കയറിപ്പോകുക. അപ്പോ ഈ സൗകര്യം കിട്ടുന്ന വാപ്പയും ചോദിക്കും, പടച്ചോനെ
ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ പുണ്യം കിട്ടുന്നത്? എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് മറ്റാർക്കും കിട്ടാത്ത ഈ ആടയാഭരണങ്ങളും ഈ സ്വർഗീയമായ അത്യുന്നതമായ സ്ഥാനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മാതാപിതാക്കളോട് പറയപ്പെടുന്നതോ ഖുർആൻ, നിങ്ങളെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. നിങ്ങളെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. അതാണ് സുഹൃത്തുക്കളെ മദ്രസയുടെ പ്രസക്തി. അതാണ് മദ്രസ. ഇന്ന് നമുക്ക് മദ്രസ എന്നൊരു വിലയില്ല. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുമ്പോ ആദ്യം കൊണ്ടുപോയി 5000-10000 കെട്ടണം. വേണ്ടേ? വേണ്ടേ? ഇവിടെയല്ലേ യൂണിഫോമിന് കൊടുക്കണം 1000, പുസ്തകങ്ങൾ കൊടുക്കണം 1000, ഓരോ മാസത്തിൽ ആഴ്ചയിൽ സെലിബ്രേഷനുകളാണ്, അതിന് കൊടുക്കണം വേറെ അല്ലേ? നിങ്ങള് ഒരു മദ്രസയ്ക്ക് എന്താ കൊടുക്കുന്നുണ്ടായി? ഇത്രയധികം പുണ്യം ലഭിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് സുഹൃത്തുക്കൾ നിങ്ങൾ എന്താ കൊടുക്കുന്നുണ്ടാകുക? ഒരു 100 രൂപ 200 രൂപയൊക്കെ ചോദിച്ചാൽ 500 ചോദിച്ചാൽ കൊല്ലാൻ കൊണ്ടാണ് പറയുക ചില ആൾക്കാർക്ക്. അവനാണ് ലിപ്സ്റ്റിക്കിന്റെ പൈസകൾ ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾക്ക് മാസം 500 രൂപ കൊടുക്കണം. 500 മദ്രസ വേണ്ട, അപ്പുറത്ത് ഫ്രീ ഉണ്ട്. കുട്ടികൾ ദീന് പഠിക്കണം എന്നൊന്നല്ല, ഖുർആൻ പഠിക്കണം എന്നൊന്നല്ല. നമ്മളൊക്കെ സ്വർഗത്തിന്റെ ഏത് ഭാഗത്താ സുഹൃത്തുക്കളെ വരിക? എവിടെ നമുക്ക് വരാൻ അർഹത ഉള്ളത്? നിങ്ങൾ ആലോചിച്ചോക്ക. ഇന്നാണ് മരിച്ചാൽ നമ്മൾ സ്വർഗത്തിന്റെ എവിടെ എത്തുക? ഏഴായിരത്തെത്തു. അതുകൊണ്ടാ പറഞ്ഞത് എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പരലോകത്ത് സ്വർഗത്തിൽ എത്തപ്പെടാൻ കഴിയാന്നുള്ള നമ്മുടെ ലക്ഷ്യം. അതിനാണിതൊക്കെ, അതിനാണിത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ എന്ത് ചെയ്യണം അറിയോ? നമ്മളൊന്നും മനസ്സ് വെച്ചാൽ ഇത് ഇത്ര ചെറിയ ജീവിതം അറിയോ? നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഇതൊരു ചെറിയ ജീവിതമാണ്. നമുക്ക് തോന്നുകയാണ് ഇത് കുറെ കാലുണ്ട്, നമുക്ക് തോന്നാണ് ഇത് കുറെ കാലുണ്ട്, 10-50 കൊല്ലം 70 കൊല്ലവും അല്ലേ? ഇതൊരു ഞാണം അങ്ങനെ പുകപ്പുളം പൊട്ടുന്നറിയാൻ പറ്റൂല. നമ്മളിപ്പോ 70 എത്തിക്കൊണ്ടെന്നുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയാല് നമ്മളിങ്ങനെ ഷുഗറാണ്, ഭയങ്കര ക്ഷീണാണ്, ഒന്ന് ലാബ് പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ ഷുഗർ ഉണ്ടോന്ന്, ഒരു ഉറക്കം വരലൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് മാരകമായ ചില രോഗങ്ങൾ തിരിച്ചത്. അന്ന് അവസാനിക്കും. ഇനി അധികം പോവില്ല. കാരണം കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട് എന്നാണ് അറിയുമ്പോണ്ടല്ലോ. അന്ന് നമ്മുടെ ഈ സുഖാനുഭൂതികളും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ സന്തോഷങ്ങളും ഇതെല്ലാം എത്ര നൈമിഷികമായിരുന്നു എന്ന് നമുക്കത് ബോധ്യപ്പെടും, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, പരലോകത്ത് അവിടുത്തെ ഒരു ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച എങ്ങനെ അറിയോ? അവിടുത്തെ ഒരു ദിവസം നന്നായി 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് പരലോകത്ത് ഒരു ദിവസം. അതുകൊണ്ടാണ് പരലോകത്ത് എത്തിപ്പെടുന്ന മനുഷ്യരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ എത്ര കാലാണ് ദുനിയാവിൽ ജീവിച്ചത്? 100 കൊല്ലം ജീവിച്ച മനുഷ്യനും പറയണ്ട യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസമാണ് ദുനിയാവിൽ ജീവിച്ചത്. എത്ര നിസാരമാണ് സുഹൃത്തുക്കളെ ജീവിതം. ഈ ജീവിതത്തിലാണ് നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചോൻ പിടിക്കൂലേ? ഒരു സംശയം വേണ്ട, പിടിക്കൂ. നിങ്ങൾ ആലോചിച്ചോക്കാൻ, നമുക്ക് പടച്ചോൻ മറ്റു ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാത്ത ബുദ്ധിയും വിവേകവും വകതിരിവും ഒക്കെ തന്നു അല്ലേ? എന്തോ ഇനി അനുഗ്രഹ പടച്ചോൻ ചെയ്ത് നമുക്ക് തന്നു. ബുദ്ധിയും വകതിരിവും ബുദ്ധിയും വിവേകവും ഇതൊക്കെ നമുക്കില്ലേ? മറ്റു ജീവജാലങ്ങൾക്കുണ്ടോ? ഒന്നിനുമില്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, അള്ളാഹു വേദഗ്രന്ഥം ഇറക്കി തന്നു. പോരാത്തതിനൊരു പ്രവാചകനെ ആ വേദഗ്രന്ഥം പഠിപ്പിച്ചു തരാൻ നമുക്ക് ഇറക്കി തന്നു. തീർന്നില്ല, ആ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമുദായത്തെ നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവരെ പോലെ ആകണം, ഇവരുടെ വിശ്വാസം ഉണ്ടാകണം, ഇവർ ജീവിച്ച പോലെ പരലോകത്തെ പേടിച്ച് ജീവിക്കണം. ആ പണി നമ്മൾ ചെയ്യണില്ലെങ്കിൽ പടച്ചോന്റെ കോടതിയിൽ വെറുതെ വിടുന്നു വിചാരിക്കണ്ടോ? ഒരാളും രക്ഷപ്പെടില്ല പ്രിയമുള്ളവര്.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരും പടച്ചവന്റെ കോടതിയിൽ വരും. പക്ഷെ എല്ലാവരും ഒറ്റയ്ക്ക്. ഇന്നിപ്പോ നമ്മളെ കുടുംബം, കൂട്ടുകാര്, കുടുംബക്കാര്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇതൊന്നും പരലോകത്ത് ഉണ്ടാവില്ല. എല്ലാരും ഉണ്ടാവും, പക്ഷെ ആരും ആരെയും തിരിഞ്ഞു നോക്കൂല. ഒരാളും ഒരാളെ തിരിഞ്ഞു നോക്കൂല. അവനവന്റെ കൂടെ അമലുകൾ മാത്രമായി ഒരു രക്ഷയുമില്ലാതെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. അവനവന്റെ ഇണകളെ വിട്ടുകൂടി മാറി, സഹോദരങ്ങളെ വിട്ടുകൂടി മാറി, വാപ്പാനിമാനി വിട്ട് ഒരു മനുഷ്യനാരും തിരിഞ്ഞു നോക്കൂല. അതാണ് ഈ പരലോകം. അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒരാണ് മണിത്തൂക്കം നന്മ ചെയ്യുന്ന സുഹൃത്തുക്കൾ അത് കാണുള്ളൂ. അന്നിങ്ങനെ ആലോചിക്കും, പഠിത്തോ എന്തെങ്കിലും ഞാൻ ചെയ്തു വെച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു, അന്നിങ്ങനെ ആലോചിക്കും. പക്ഷെ സുഹൃത്തുക്കൾ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കണ സമയത്ത് മനുഷ്യൻ പഠിത്തോട് പറയുന്ന ആഗ്രഹം എന്താ പറയുന്നത്? പടച്ചറബേ, ഒരു അല്പസമയത്ത് ആയുസ് നീ ഞങ്ങൾക്ക് ദീർഘിപ്പിച്ചുകൊണ്ടാറബേ, ഞാൻ സ്വതക്ക ചെയ്യാം റബ്ബേ, വകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാം റബ്ബേ. മരിക്കണ സമയത്ത് മനുഷ്യൻ പറയണം, പടച്ചോനെ കുറച്ച് സമയം എനിക്ക് തന്നാൽ, കുറെ സമയം തരണമെന്നല്ല, ഒരു സെക്കൻഡിന്റെ അംശമെങ്കിലും എനിക്കൊന്നുകൂടി ജീവിക്കാൻ അവസരം തന്നാൽ ഞാൻ സ്വതക്ക ചെയ്ത് സൽക്കർമ്മം ചെയ്ത് ജീവിക്കാറട്ടെ. പക്ഷെ പ്രിയമുള്ളവരെ, രേഖപ്പെടുത്തപ്പെട്ട ആയുസിന്റെ ഒരു സെക്കൻഡിന്റെ അംശം പോലും നമ്മൾ മുന്നോട്ടോ പിറകോട്ടോ പോവില്ല. ആ സമയത്തിയാൽ ആത്മാവിനെ കൊണ്ടുപോകും. ഒരു പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സമയം നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ നമ്മൾ യാത്ര പോകും, ഒരു സംശയവുമില്ല. അത്രയും നൈമിഷികമാണ് നമ്മുടെ ജീവിതം, അത്രയും നിസാരമാണ് നമ്മുടെ ജീവിതം. നമ്മൾ പോലും ഒരുപക്ഷെ ചിന്തിച്ചു പോകാറുണ്ട് പല മരണങ്ങളും കേൾക്കുമ്പോൾ, പടത്തോനെ എത്ര പെട്ടെന്നാണ് ഒരു മരിച്ചത്, അവരൊന്നും ആ യാത്ര പോയില്ലായിരുന്നുവെങ്കിൽ അല്ലേ, നമ്മളിങ്ങനെ ആലോചിക്കും, ഒരങ്ങോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ സുഹൃത്തുക്കളെ, അവരുടെ മരണം അങ്ങനെ നിശ്ചയിച്ചത്. നമുക്കറിയാം, നീലേശ്വരത്തിൽ ഇപ്പൊ അടുത്ത് നമ്മൾ പ്രവർത്തകന്റെ കുടുംബം ഒരു ആക്സിഡന്റിൽ പറ്റി മരിച്ചത്. അള്ളാഹു അവർക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമുക്കൊരു നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട്. നമ്മൾ വിചാരിക്കണ്ട അവനവന്റെ ഭർത്താവിനെയൊക്കെ കണ്ട്, അല്ലെ അവനവന്റെ ഭാര്യയെ കണ്ട്, വാപ്പാനിമാനി കുട്ടികളെ കണ്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ശാസ്ത്രീയമൊക്കെ ചെല്ലിയിട്ടാണ് മരിക്കാൻ. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഒരു പക്ഷേ നടു റോഡിലെ നിശ്ചയിക്കപ്പെട്ടത് എവിടെയാണോ അവിടെ നിന്ന് മരിക്കും. ഒരു പക്ഷേ നമ്മുടെ കിടക്കപ്പായിൽ നിന്ന് സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങിയവർ പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചില്ലെന്ന് വരും. എത്ര നൈമിഷികമാണ് മനുഷ്യന്റെ ജീവിതം. നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ, നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ള വില കുറഞ്ഞ പച്ചക്കറികളുടെ ഒരു ഗ്യാരണ്ടി പോലെ സുഹൃത്തുക്കളെ നമുക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തെയിരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ ബാധ്യത തിരിച്ചറിയാൻ ആദ്യം ചെയ്യേണ്ടത്. അതൊന്ന്, നമ്മുടെ മക്കളെ ഇസ്ലാമികമായ സംസ്കാരത്തിൽ വളർത്താനുള്ളതാണ്. രണ്ട്, മദ്രസ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു മാമൂലായി നടത്തേണ്ടതല്ല. അവനവന്റെ കുട്ടികളിൽ മതപരമായ മൂല്യങ്ങൾ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ അതിൽ അവനവന്റെ നാട്ടിലുള്ള മദ്രസകൾക്ക് വലിയ പങ്കുണ്ട്. എന്റെ കുട്ടിക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരന്തരം ഓരോ മാതാക്കളും പിതാക്കളും ചിന്തിക്കേണ്ടതുണ്ട്. അധ്യാപകരുമായി ബന്ധം ഉണ്ടാകണം. നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും ദുസ്വഭാവം കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്നതിനേക്കാൾ അവരുടെ അധ്യാപകർ പറയുന്നത് അനുസരിക്കാൻ അവർ തയ്യാറാവും. നമ്മൾ അധ്യാപകരോട് പറയണം, അവരിൽ ഇങ്ങനൊരു സ്വഭാവം കാണുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന് ചില സമയത്ത് 5 രൂപ ഇങ്ങനെ പോവുകയാണ്, 5 രൂപ ഇങ്ങനെ പോവുകയാണ് സ്കൂൾ ഒക്കെ അല്ലേ. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ കൊണ്ടുപോകണമായിരിക്കും 5 രൂപ. നമ്മുടെ 5 രൂപയിലെ പ്രശ്നമല്ല. പക്ഷെ പ്രിയമുള്ളവരെ, അതൊരു നല്ല സ്വഭാവമല്ല. നമ്മൾ അധ്യാപകരോട് പറയണം, നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ. എന്നിട്ട് ആ കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഉപദേശിച്ച്
അങ്ങനെ എന്താ പറയുക, ഒന്ന് നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അങ്ങനെ സ്കൂളിലേക്ക്, ഈ ഗവൺമെന്റ് സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത കാലഘട്ടം. അപ്പോ ഒപ്പമുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ 5 രൂപ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് എന്താ പറയുക, നിങ്ങൾ കൊടുക്കണത് 5 രൂപ. എന്നാ ഈ ഒരു സ്വഭാവത്തിലേക്ക്, ഒരു മോഷ്ടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകില്ല. നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ളൊരു പൈസ പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുട്ടികൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കൂടി നമ്മൾ അറിയണം. കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഇന്ന ഉപയോഗിക്കരുത്, ഇതൊക്കെ നമ്മൾ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു ഉറുപ്പ്യ കൊടുക്കൂല, എന്റെ കുട്ടികൾ എന്ത് ചെയ്യാ, കട്ടെടുക്കും. അത് നല്ല സ്വഭാവമല്ല. അപ്പൊ എന്താ, നമ്മുടെ കുട്ടികളിൽ മതപരമായ മൂല്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് അവിടെ നാട്ടിലുള്ള മദ്രസകൾക്കുള്ള പങ്ക് നമ്മൾ തിരിച്ചറിഞ്ഞ് നിരന്തരം മദ്രസയായിട്ട് ഒരു ബന്ധം ഉണ്ടാകണം. അല്ല നമ്മളിങ്ങനെ എപ്പോഴും മീറ്റിങ്ങിന് വിളിച്ചാൽ അവനവന്റെ കല്യാണം കളിയാട്ടം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പോകുക എന്നുള്ളതല്ല. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ദീനാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ സ്കൂളിൽ 1, 1, 2 എന്ന് പഠിച്ചാൽ എപ്പോഴെങ്കിലും 2 ഓരോ രൂപ കിട്ടുമ്പോൾ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ എപ്പോഴാണ് അവസരം വരുന്നത് അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയാൽ മതി. എന്നാൽ മതവിദ്യാഭ്യാസം അങ്ങനെയല്ല. അവൻ പഠിക്കുന്ന സ്വഭാവം അവനിൽ ഉണ്ടാകണം. അവൻ പഠിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള വിശ്വാസം അവനിൽ ഉണ്ടാകണം. 5 നേരം നിസ്കരിക്കണം എന്നുള്ള പാഠം പഠിക്കുമ്പോൾ, അതിന്റെ അധികാരികൾ പഠിക്കുമ്പോൾ, സുജൂദ് എങ്ങനെയെന്ന് പഠിക്കുമ്പോൾ, റുക്കു എങ്ങനെയെന്ന് പഠിക്കുമ്പോൾ അത് നമ്മളെ കുട്ടി അതേ രൂപത്തിൽ ചെയ്യണം. അതെ, പ്രാവർത്തികമാക്കേണ്ടതാണ് ദീനീപരമായ വിദ്യാഭ്യാസം. അത് നമ്മളെ വീട്ടിലുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. കുട്ടികൾ സുബഹിക്ക് എണീക്കുണ്ടോ നമ്മൾ നോക്കണം. ആദ്യം അതാ ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ എണീക്കണം, നമ്മൾ ഖുർആൻ ഓതണം, നമ്മൾ ഖുർആന്റെ പഠിതാവാകണം. ഒരു ക്യൂഎൽഎസ് വെച്ചാല് 4 ദിവസം 10 ആളുണ്ടാവും അല്ലേ? 5ാമത്തെ ക്ലാസ്സിനോ 5 ആളുണ്ടാവും. അവസാനം ഒരു 6 or 7 ക്ലാസ് എത്തുമ്പോഴേക്ക് അവസാനം ഈ കോർഡിനേറ്റർ മാത്രം ഉണ്ടാവും, ക്ലാസ് എടുക്കണവനുണ്ടാവും. അത് നമ്മളെ അവസ്ഥ കേട്ടോ. നമ്മളെ കുട്ടികളോ 1 മാസം സ്കൂളിൽ മദ്രസ പോകുവാണ് ദീന് പഠിക്കാൻ. നമുക്ക് ആഴ്ചയിൽ 1 മണിക്കൂർ വന്നിരിക്കാൻ നമുക്ക് വയ്ക്കൂല. ഇതൊക്കെയാണ് ഈ പ്രശ്നം. നമുക്ക് ആഴ്ചയിൽ 1 മണിക്കൂർ ക്യൂഎൽഎസിന് വന്നിരിക്കാൻ നമുക്ക് സമയമല്ല. ഒരു വാപ്പാക്കും ഉമ്മാക്കും സമയമല്ല. നമ്മുടെ കുട്ടി ഡെയിലി 1 മണിക്കൂർ പോയി ദീന് പഠിക്കുവാണ്. അപ്പൊ ആദ്യം നമുക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള, നമ്മുടെ വീട്ടിലെ ഇസ്ലാമികമല്ലാത്തൊന്നും ഉണ്ടാകരുത്. ഈ റീൽസും പാട്ടും ലിപ്സ്റ്റിക്കും അശ്ലീലതകളും മ്യൂസിക്കും ഇതൊക്കെ എന്താ പറയുക, മുജാഹിദ് അങ്ങനെ നടക്കണല്ലോ നമ്മുടെ നാട്ടിൽ. പേരൊരു മുജാഹിദാണ്, താടി ഉണ്ടാവും, എപ്പോഴും വെള്ളിയാഴ്ച മലയാളം പറയുന്ന കുത്തുബക്ക് വരും ചെയ്യും, വലിയർത്താനം പറയുകയും ചെയ്യും. അവനന്റെ പെരയിൽ ഒരു ദീനിന്റെ കാര്യം വരുമ്പോ അവിടെ ആരൊക്കെ പേടിച്ചിട്ടാ നിൽക്കുക. നട്ടലില്ലാത്ത മുജാഹിദാണ്. നട്ടലില്ലാത്ത എന്തിനീ മുജാഹിദാണ്? അവനന്റെ പെരയിൽ ആണുങ്ങളെ പോലെ നിൽക്കാൻ കഴിയണം. ഓനല്ല മുജാഹിദ്. ഇത് 4 ആൾ പേടിക്കുമ്പോഴേക്ക് ഇതിങ്ങനെ പേടിച്ച് ഓനൊക്കെ ആരംഭത്തിലാകാൻ പറഞ്ഞേ. അവനന്റെ ആദർശം അനുസരിച്ച് ജീവിതം അവനന്റെ പെരയും കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ഈ പണിക്കേണ്ട ആവശ്യമല്ല. ഓരൊക്കെ തരും ഇസ്ലാമിന് തന്നെ അവന് എതിർത്താണ്. ഒരു പേര് ദോഷം. അവനൊക്കെ മുജാഹിദായി നടക്കണത്തോളം കാലം വേറൊരുത്ത മുജാഹിദ് ആവൂല്ല. കാരണം എന്താ പറയാ, ഇവനൊക്കെ വലിയ മുജാഹിദ്. സുഹൃത്തുക്കളെ, പറയേണ്ടടുത്ത് പറയണം. നമ്മള് പറ്റില്ല എന്ന് പറയാം. ദീനിനെതിരെ കാര്യം പറഞ്ഞ അവനാന്റെ പെരയിൽ പറ്റൂല എന്ന് പറയണം. അവനാന്റെ പെരല്ലേ, നാട്ടുകാരെ വരുന്നല്ലോ. അതിന് എല്ലാവരും തെറ്റിപ്പോയി. അവിടെ പോയിക്കോട്ടെ. ദീന അള്ളാന്റെ തൃപ്തി അവിടെ ആവശ്യം. അള്ളാന്റെ തൃപ്തിയാണ് ആവശ്യം. അവനാന്റെ പേരിൽ കല്യാണം ഉണ്ടാകുമ്പോ അവിടെ എല്ലാ മ്യൂസിക്കും പാട്ടും സംഗീതവും കേട്ടോ മുജാഹിദുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര മോശമാണ് സുഹൃത്തുക്കളെ. ഇത് അറിയാത്തൊരു മനുഷ്യൻ ചെയ്യാൻ ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇതൊരു ശോകമുഖമായിട്ട് ഇങ്ങനെ താടി വെച്ച് ഇങ്ങനെ നിൽക്കുക. ഓനെന്തിനാ നിൽക്കണേ? അതുകൊണ്ടാണ് പറഞ്ഞത്, നട്ടലുള്ളവർ നിൽക്കേണ്ട ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സലഫി അത് നട്ടലുള്ളവർ പറഞ്ഞവനാണ്. ഒരു വാഴനാടിന്റെ പെരയിൽ നട്ടലിന് കാണിക്കണം. അവനാന്റെ പെരയിൽ ദീനിനെതിരായ ഒരു കാര്യം വരുമ്പോൾ അത് പറ്റൂല എന്ന് പറയാം. ഓരോ ആണിനും പെണ്ണിനും ആ വീട്ടിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും കഴിയുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് നാട് നന്നാക്കാനാണ്? നിങ്ങളുടെ കുടുംബക്കാരുടെ എങ്ങനെ ദീന് പറ, നിങ്ങളുടെ നാട്ടുകാരുടെ എങ്ങനെ ദീന് പറ? നിങ്ങൾ ലഘുലേക്ക് കൊടുക്കാൻ പോകുക, നാളെ പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസം പഠിപ്പിച്ചത്. അള്ളാഹിന്റെ ശാപത്തിന് അർഹരായ ആളുകളിനടുത്ത് ദയ്യൂസ് ഉണ്ട്. ആരാ ദയ്യൂസ്? വിശ്വാസം പറയാണ്, സ്വന്തം കുടുംബത്തില്
തെറ്റുകൾ തിന്മകൾ വരുമ്പോൾ അത് തിരുത്താത്തവനാണ്. അവനാന്റെ കുടുംബത്തിൽ ഇതൊന്നും വരുമ്പോ വേണ്ട. അവനാന്റെ കുടുംബത്തിൽ അവിടെ മരിച്ചാല് അവിടെ മറ്റുള്ളവരൊക്കെ വന്ന് ഖുർആനൊന്നും ഉണ്ടാകാറില്ല. ഇതെന്ത് ദീനാണ്? അങ്ങനെ ദീനുണ്ടോ? വിദേഹത്ത് ചെയ്യുമ്പോ വിദേഹത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അതിന്റെ വിട്ട് പറ്റൂല, നിങ്ങളെ വിട്ട് പോയി ചെയ്തോളി. ഇത് നമ്മളെ ചെലവിൽ നമ്മളെ നോക്കുന്നത്, നമ്മളെ കുട്ടികളെ നമ്മളാ നോക്കണം. നമ്മുടെ വീട്, നമ്മളാ വീട്ടിൽ ആണുങ്ങളെ പോലെ നിൽക്കാൻ കഴിയണം. അതിനിപ്പോ എല്ലാവരും തെറ്റിപ്പോയി. എന്ത് പടച്ചോന്റെ തൃപ്തിയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമുക്ക് അനുകൂലമായി നിന്നാലും പടച്ചോ നമുക്ക് അനുകൂലമല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ പരാജിതരാണ്. ലോകത്തുള്ള സകല മനുഷ്യരും നമുക്കെതിരായാലും പടച്ചോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇസ്സത്ത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതാണ് നമ്മൾ നിൽക്കുമ്പോൾ നിൽക്കണ പോലെ നിൽക്കണം എന്ന് പറയാൻ കാരണം. നമുക്കൊരു നിലപാടുണ്ടാകാം. നമ്മുടെ വീട്ടിൽ കല്യാണം കഴിക്കുമ്പോ അത് ഇസ്ലാമികമായിട്ടേ ഉണ്ടാവുള്ളൂ. അവിടെ മ്യൂസിക്കും പാട്ടും സംഗീതവും വെടിവെട്ടിക്കലും എന്തൊക്കെ തമ്മാടിത്തരണ്ടോ പറ്റൂല എന്ന് പറയണം. അതിന്റെ മകനല്ലേ, എന്റെ മകളല്ലേ, അതിപ്പോ അങ്ങോട്ട് ഓന്റെ കൂട്ടുകാരല്ലേ, മറ്റോന്റെ കൂട്ടുകാരല്ലേ, പിന്നെ ഇപ്പൊ എന്താ ഇസ്ലാമിന് പ്രസക്തി ഉള്ളത്? ഇതൊന്നും പറയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ എന്നിട്ട് എല്ലാ തമ്മാടിത്തരുണ്ട്. ഓ മുജാഹിദുണ്ട്, അവിടെ മഞ്ഞക്കല്യാണ്ട് പച്ചക്കല്യാണ്ട് ഇസ്ലാമിക വിരുദ്ധമായ എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആദ്യം നമ്മൾ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. നമുക്ക് ആദ്യം ഒരു യക്കീന് വരണം. മനസ്സിലായിട്ടോ? അതിന് തീരെ പഠിക്കണം. അതനുസരിച്ചാണ് നിൽക്കാൻ നമുക്ക് കഴിയും. എന്ത് പ്രശ്നം ഉണ്ടായാലും പടച്ചോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ ദീനിപരമായ സംസ്കാരമുള്ളവരാകണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. അവൻ വേണം. ഒപ്പം വേണ്ടതാണ് പ്രാർത്ഥന. അതൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചാൽ അതൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട വഴിയൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ പടച്ചോട് പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിൽ ഹറാം കാണൂല നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികളുമായി നമ്മുടെ കുടുംബങ്ങളുമായി സംസാരിക്കുവാനും ഇടപഴകുവാനുമുള്ള ഒരു നിശ്ചിത സമയം നമ്മൾ കണ്ടെത്തണം. മൊബൈൽ ഫോണുകൾ അനിയന്ത്രിതമായി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ മക്കൾ ദീനീപരമായി എല്ലാ സംസ്കാരങ്ങളും സുബഹിക്ക് എഴുന്നേൽക്കുന്നവരാണ്, അവർ കുറച്ചു സമയം ഖുർആൻ ഓതുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അപ്പോഴേ മദ്രസൊക്കെ പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് മദ്രസത്തിന്റെ ഇടയ്ക്ക് ഒരു മദ്രസ എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു പുതിയ തലമുറ, ദീനി സംസ്കാരമുള്ള തലമുറ കടന്നു വരണം. കാരണം നിരീശ്വരവാദം അതിശക്തമായ രൂപത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലേക്ക് അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നല്ല. ഇത് കല്യാണം വേണ്ട കുട്ടികൾ ധാരാളം, ഒന്നും രണ്ടൊന്നല്ല, പല കാരണമുണ്ട്. ഒന്ന്, ഈ ഒരു നിരീശ്വരവാദവും അതുപോലെ തന്നെ ആർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അതാ അവനാന്റെ വീട്ടിലുള്ള വാപ്പാന്റെ ഉമ്മാന്റെ ജീവിതം കാണുമ്പോ ഒരു പരിധി വരെ കുട്ടികളൊന്നും കല്യാണം വേണ്ടെന്ന് തന്നെ പറയാം. നമ്മളൊക്കെ ജീവിതം കണ്ടിട്ടേ നമ്മളാട്ടോ ഓരോ വാപ്പയും ആ കുട്ടികളിങ്ങനെ നമ്മുടെ ജീവിതം കാണാൻ ഡെയിലി കീരിയും പാമ്പുകൾ, വാപ്പയും കീരിയും പാമ്പുകൾ. എന്നിട്ട് ആ കുട്ടി 22 വയസ്സാകുമ്പോ 20 വയസ്സാകുമ്പോ പറയണേ ഒരു കല്യാണം കഴിക്കണ്ടേ. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തിനാ കല്യാണം എന്ന് ആലോചിക്കാം. ഒരു പരിധി വരെ കാരണം അതുകൊണ്ട് സഹോദരങ്ങളെ, സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്നേഹം, നല്ല പരിഗണന ഉണ്ടാകാം. പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച്. പലപ്പോഴും എന്താ പറയുക, ഇപ്പോഴും പല ആൾക്കാരും പറയുന്നത് വെച്ചാല് ഇതിപ്പോഴേ എനിക്ക് ഇതൊക്കെ നല്ലത് കിട്ടിയിരുന്നു എന്നാണ്. ഏകദേശം ഒരു ശരാശരി പെണ്ണുങ്ങളെയൊക്കെ ചിന്ത എന്താ, എത്ര നല്ല ആണുങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്നാ ഓള് ചിന്തിക്കുക. ചിന്തിക്കെന്താ, എത്ര നല്ല പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇതിനെയാണല്ലോ പടച്ചോൻ എന്റെ തലയിൽ കിട്ടിയത്, എനിക്ക് എത്ര നല്ലതിനെ കിട്ടിയിരുന്നു എന്ന്. അങ്ങനെ ആരും ചിന്തിക്കണ്ട. ഇതേ നമ്മൾ തീരുമാനിച്ചല്ല, പടച്ചോൻ നമുക്ക് നിശ്ചയിച്ചാൽ കിട്ടിയിട്ടില്ല. പടച്ചോൻ നിശ്ചയിച്ചാണ്. മനസ്സിലായോ? നമ്മള് 10 15 100 കണ്ടിട്ടേക്ക് അത് വന്നിട്ടുണ്ടാകുക അല്ലേ? പടച്ചോൻ നിശ്ചയിച്ചതാ, ഇതന്നെ എന്റെ ഭാര്യ എന്ന് തീരുമാനിക്കും, ഇതന്നെ എന്റെ ഭർത്താവ്. ഇനിയിപ്പോ ഭർത്താവല്ലേ, നമ്മളെ 2-3 കുട്ടികളെ ഉപ്പയില്ലേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരസ്പരം ഒരു സ്നേഹത്തോടു കൂടി കണ്ടറിഞ്ഞ് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് എന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയില്ലേ, പ്രവാചക ശ്വാസയുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണ പദാർത്ഥം വെച്ച് ഇങ്ങനെ വിശ്വാസം പേര് ആയിഷറിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അത് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു കുശുമ്പ് അതിന് തട്ടി.
അത് നിലത്ത് വീണ് പാത്രത്തില് ഭക്ഷണമൊക്കെ പുറത്തു പോയി, പാത്രമൊക്കെ പൊട്ടി. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു കേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്, മറ്റോളെ കെട്ടിയോളെ വീട്ടിൽ വിചാരിച്ചപ്പരം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒന്നെ കൊണ്ടുപോകാൻ വയ്യാത്ത കാലഘട്ടം അല്ലേ? ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ഇപ്പൊ വിവാഹം പറഞ്ഞത്? ഖുർആൻ എന്തിനാ വിവാഹം പറഞ്ഞത്? വിവാഹം എന്തിനാ കൂട്ട്? ആ സമാധാനം കിട്ടാൻ ആ സാധനം ഒന്നിനെ തന്നെ കിട്ടണില്ല അല്ലേ? ഈ രണ്ട് കെട്ടിയാലോ ഉള്ള സമാധാനം കൂടി പോവുകയില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞെന്താ? ഇതൊക്കെ നീതി കാണിക്കാൻ വേണ്ടി ഒന്നും മതി തന്നെ. അതെന്നെ സുന്നത്താക്കി അടക്കണം എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്താ അറിയോ, സ്വാഭാവികമായിട്ടും നബിസ്വല്ലല്ലാഹു മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നൊരു പാത്രത്തിൽ ഭക്ഷണം കൊടുന്നു കൊടുക്കുകയാണ്. സ്വാഭാവിക ഒരു കുശുമ്പ് എന്ന് തട്ടിയതാണ്. നമ്മളെ കയ്യിൽ നിന്ന് എങ്ങാനും ഇപ്പൊ ഭാര്യയുടെ വീട്ടിൽ നിന്നല്ല ഒരു വസ്ത്രം കൊടുന്നു കൊടുക്കുകയാണ്, ഇതിങ്ങോട്ട് എടുത്തിട്ട് എന്തിനാ അത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പിന്നെ അവിടെ ചിരിയുണ്ടാവും അല്ലേ? നബിസ്വല്ലല്ലാഹു എന്ത് ചെയ്തറിയോ? എല്ലാം ഉണ്ടാതിരുന്നു റൂമിന്റെ മൂലക്ക് പോയിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സഹിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു പോയി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി അടുക്കൽ വന്ന് പറയാം, നബിയെ നിങ്ങൾ എനിക്ക് വിട്ടുവീഴ്ച തരണം, പുറത്തു തരണം, എനിക്ക് അറിവില്ലാത്ത തെറ്റ് സംഭവിച്ചതാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ മറുപടി എന്താ അറിയാം? ആയിഷ, നിനക്ക് ഞാനല്ലാതെ ആരാണ് വിട്ടുവീഴ്ച തരാനുള്ളത്? സുഹൃത്തുക്കൾ, അതാണ് നീ അഡ്ജസ്റ്റ്മെന്റ് അതാണ്. നമ്മൾ ഭാര്യമാർക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, ഭർത്താക്കന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകും. 100% സംതൃപ്തിയൊന്നും ഒരാൾക്കും ഇവിടെ കിട്ടൂല. അങ്ങനെ ആരും വിചാരിക്കണ്ട. സിനിമയും സീരിയലോ കണ്ടിട്ടേ ഇവിടെ കുഞ്ചാക്ക ബോബനായാൽ മതിയായിരുന്നു എന്റെ കെട്ടിയവര്, ഞാന് ആ നടി ആയാൽ മതിയായിരുന്നു. കാരണം എന്താ, സിനിമ കണ്ടിട്ട് ഇങ്ങനെ അതിന്റെ കണ്ണീരൊക്കെ കണ്ടിട്ട് അതിന്റെ ഇതൊക്കെ സ്നേഹം കണ്ടിട്ട് അങ്ങനെ വരുന്ന സുഹൃത്തുക്കളെ 100% സമാധാനം, 100% സന്തോഷം കിട്ടുന്ന സ്ഥലം സ്വർഗം. ഇവിടെ ഒന്നും കിട്ടൂല, സ്വർഗത്തിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു നല്ല പോസിറ്റീവായി വളർച്ച ഉണ്ടാകാൻ, നല്ല സ്വഭാവത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരാൻ, നല്ല ദീനീബോധം ഉണ്ടാകാൻ നമ്മൾ ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ നല്ല ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ മതപരമായ മദ്രസകൾക്കൊക്കെ വലിയ സ്ഥാനമുണ്ട്. നമുക്കിങ്ങനെ വിരുന്നോക്കും, നമ്മുടെ കല്യാണം കളിയാട്ടമൊക്കെ ഒഴിവുണ്ടെങ്കിൽ വിടേണ്ട സ്ഥലമല്ല മദ്രസ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചില ആൾക്കാർ അല്ലേ, രാവിലെയാണ് മദ്രസെങ്കിൽ 7 മണിക്ക് വരും, 7:15 കൊണ്ടുപോകും. കാരണം സ്കൂൾ ബസ് വരികയാണ്, 3/4 മണിക്കൂർ. എന്താ ഇവിടെ ഒന്ന് ആമ്പോണേ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസം കിട്ടുന്ന സമയം വേറൊന്നും നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. നിങ്ങളെ വിരുന്നോക്കും കല്യാണം മറ്റുള്ളതൊക്കെ അതിനൊക്കെ നിങ്ങൾ ഒഴിവുള്ള മറ്റുള്ള സമയങ്ങൾ കണ്ടെത്തുക. കുട്ടികൾക്ക് ദീന് തടയുന്ന ഉമ്മമാരായി നിങ്ങൾ മാറാൻ പാടില്ല. ദീന് പടയുന്ന ഉമ്മമാർ, കുറെ മാർക്കും സമ്മാനം നല്ല കുട്ടികൾക്ക് ആവശ്യം. കുട്ടികളുടെ ജീവിതത്തിലുള്ള മാറ്റാണ്, അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. കുട്ടികൾ നിസ്കാരം പഠിച്ചാൽ നിസ്കരിക്കുന്നുണ്ടോ? ഓനാണ് ഒരു മാർക്കിന് ഒന്നും കിട്ടിയില്ല, 0. ഓന് പരീക്ഷക്ക് മാർക്ക് തന്നെ കിട്ടിയില്ല. എന്താണ്, ഒന്നും വരാൻ പോണില്ല. ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി കൃത്യമായി 5 നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓനാണ് ആ മദ്രസയിലെ ഫസ്റ്റ്. എല്ലാത്തിലും 100ക്ക് 100% മാർക്ക് വാങ്ങിയിട്ട് ഒരു മദ്രസയിലെ കുട്ടിയോ നിസ്കരിക്കണില്ലെങ്കിൽ, ഓരോരുത്തർ നല്ല സ്വഭാവം അല്ലെങ്കിൽ, നല്ല വിശ്വാസം അല്ലെങ്കിൽ, ഓൻ വട്ട 0. ഓൻ അതിൽ ഏറ്റവും പരാജയപ്പെട്ട വ്യക്തിയാണ്. അത് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെ മദ്രസയുടെ പ്രൊഡക്റ്റ്, അടുത്ത ഏറ്റവും വലിയ വിജയി ദീനി സംസ്കാരമുള്ള, ദീനി വിശ്വാസമുള്ള മക്കളാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ മദ്രസകൾക്ക് സാധിക്കണം. ഇപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് ഇവിടെ, ഇതിന്റെ ഒരു തുടക്കം മുതൽ ഞാനും ഇവിടെ വരാറുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം അല്ലേ, തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്നിരുന്നു, എല്ലാ ഏകദേശ പരിപാടിക്കും വരുന്നുണ്ട്. ഇത് നമുക്കിപ്പോ എന്താ അറിയോ, ഇപ്പൊ ഇതിൽ നിൽക്കാൻ പറ്റാത്ത അത്രയും കുട്ടികളായിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ, ഒരു ഭൂരിഭാഗം വരുന്ന രക്ഷിതാക്കളും കുട്ടികളെ തീരെ പഠിപ്പിക്കണം എന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പത്തെ ഒരു അവസ്ഥ അതാണ്. എപ്പോഴാണ് കുട്ടികളെ വണ്ടൊക്കെ അടിയിട്ടെന്ന് പറയാൻ പറ്റൂല അല്ലേ? മനതച്ചില്ലേ,
വല്യമാനെ കൊല്ലാൻ നോക്കിയില്ലേ? ഒക്കെ നമ്മളെ കൗമാണ്, മദ്രസ പോയ കൗമ തന്നെയാണ്. അപ്പൊ ചില മദ്രസകളിൽ വിട്ടാൽ വലിയ ഉപകാരമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ഇപ്പൊ രക്ഷിതാക്കളൊക്കെ കുറച്ചുകൂടി ദീനീപരമായി പഠിപ്പിക്കുന്ന മദ്രസയിൽ മക്കളെ വിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഓരോ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ജീവിക്കാൻ പറ്റുമല്ലോ, മിനിമം അതെങ്കിലും പറ്റുമല്ലോ. കത്തിയെടുത്തിട്ട് കുത്തൂല. അതുകൊണ്ടാണ്. അപ്പൊ പ്രിയമുള്ളവർ, ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും കുട്ടികൾ ഇപ്പൊ അഡ്മിഷൻ നിർത്തിവെച്ചതാണ് ഈ വർഷം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കെങ്കിലും 1-2 കൊല്ലാകുമ്പോഴേക്കും നമുക്കൊരു മദ്രസ, സ്വന്തം ഒരു കെട്ടിടം ഉണ്ടാകണം. സ്വന്തം ഒരു മദ്രസ കെട്ടിടം ഉണ്ടാകണം. നമ്മൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു മദ്രസ കെട്ടിടം, ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ സ്ഥലം കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക, കെട്ടിടം കെട്ടിക്കൊടുക്കുക. കാരണം തരും, മരിച്ചു കഴിഞ്ഞാലും നിലക്കാത്ത നന്മയുടെ പ്രവാഹം അവനെ കബറിക്കൽ ഉണ്ടാവും. അതാണ് അതിന്റെ ഗുണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എത്ര കാലം അവിടെ ദീന് പഠിപ്പിക്കുന്നുണ്ടോ ആ പഠിപ്പിക്കുന്നതിൻ്റെ എല്ലാ പ്രതിഫലം അവർക്കൊരു കുറവ് വരാതെ നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് നിസാരമൊന്നല്ല. കാരണം നന്മക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന സമയമാണ് പരലോകം എന്ന് പറഞ്ഞാൽ. അവിടെ നന്മയുടെ കൂമ്പാരങ്ങൾ ഇങ്ങനെ വരും. അതാണ് നന്മയുടെ അവശേഷിപ്പുകൾ നമുക്ക് ഉണ്ടാകണം എന്ന് പറയാൻ കാരണം. അപ്പൊ പ്രിയമുള്ളവരെ, ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. അതിനുവേണ്ടിയുള്ള ആലോചനകൾ ഉണ്ടാകണം. എന്നും ഒരു വാടക കെട്ടിടത്തിൽ പോകേണ്ടതല്ല നമ്മുടെ മദ്രസകളും ദീനി സ്ഥാപനങ്ങളും. നമ്മളൊക്കെ ലക്ഷങ്ങൾ ചെലവഴിക്കും ഒരു മടിയില്ലാത്ത ഒരു കല്യാണം. മിനിമം നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടത്തുന്ന 35 ലക്ഷം റുപ്യയോ അല്ലേ? 10-15 ലക്ഷം റുപ്യ മിനിമം കല്യാണത്തിന്. ഒരു ഭാഗം സ്വർണത്തിന് ഇപ്പൊ 80,000 റുപ്യക്കായി അല്ലേ? 85,000? 85,000 കേട്ടോ. ആകെ എത്രയും നടന്ന് 12,000 15,000 ഒക്കെ ഉള്ള അല്ലേ? നിങ്ങൾ ആലോചിച്ചോക്കെ. അപ്പോ എല്ലാത്തിനും നല്ല, ഇപ്പൊ സ്വർണത്തിനൊക്കെ നല്ല വില കിട്ടുന്ന സമയമാണ്. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു ദീനി സ്ഥാപനം, എന്തെങ്കിലുമൊക്കെ അതിൽ നല്ല ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം എന്ന് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കണം. ഞാനിന്ന് മരിച്ചുപോയാൽ എൻ്റെ കബറിലേക്ക് പുണ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും നന്മയുടെ അവശേഷിപ്പുകൾ എനിക്ക് ഇവിടെ നിലനിർത്തണം, എന്നിട്ട് എനിക്ക് മരിച്ചു പോകേണ്ടതുള്ളൂ എന്നാഗ്രഹിക്കുന്ന മനസ്സുകൾ നമുക്കുണ്ടാകണം. എന്നിട്ട് ആത്മാർത്ഥമായി നമ്മൾ എന്തെങ്കിലും കൊടുത്ത് നമ്മുടെ നാട്ടിൽ സ്ഥലം കൊടുക്കാൻ കഴിയുക അത് കൊടുക്കുക, മറ്റെന്തെങ്കിലും നൽകാൻ കഴിയുക അത് കഴിയുക. എന്നിട്ട് നല്ലൊരു സ്ഥാപനം, ഒരു മദ്രസ നമുക്ക് ഉണ്ടാകണം. അവിടെ ക്യുവച്ചലസുകൾ ഉണ്ടാകണം, സിയാറികൾ ഉണ്ടാകണം. ദീനിന്റെ ഒരു ചുറ്റുപാട് നമ്മുടെ മക്കൾക്കും നമുക്കും ലഭ്യമാകേണ്ടതുണ്ട്. ആ ദീനിന്റെ ചുറ്റുപാടുണ്ടെങ്കിൽ, പടച്ചോനെ കുറിച്ചുള്ള ഒരു ബോധം സദാ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ സമാധാനം കിട്ടുള്ളൂ. അതാണ് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആൻ പഠിപ്പിക്കും. അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടേ, സ്മരണ കൊണ്ടേ ഹൃദയങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചുറ്റുപാട് നമുക്കുണ്ടാകും. ക്യുവച്ചലസുകൾ ഉണ്ടാകണം. ആ ക്യുവച്ചലസ് നമ്മളൊക്കെ പഠിതാക്കളാണ്. ഖുർആൻ പഠിക്കാത്തൊരു മുസ്ലിമിന് പരലോകത്ത് രക്ഷപ്പെടുന്ന ആരും വിചാരിക്കേണ്ടതില്ല. ഖുർആൻ പഠിക്കുന്ന പഠിതാവാകണം നമ്മൾ. പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങൾ ഏറ്റവും ഉത്തമരായ മനുഷ്യന്മാർ ഖുർആൻ പഠിക്കുന്നവരോ ആണെന്നാണ്. ഒന്നുകിൽ നമ്മൾ പഠിപ്പിക്കുന്നവരാവണം, അല്ലെങ്കിൽ പഠിക്കുന്നവരാകണം. രണ്ടിലും കെട്ട ന്യൂട്രലായിട്ട് ഇങ്ങനെ ഒരേ കാനേശുമാരി മുസ്ലിമായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. മറിച്ച് നമ്മൾ ഖുർആൻ ഡെയിലി ഒരായത്തെങ്കിലും നമ്മൾ ഓതണം. ഡെയിലി ഒരായത്ത് ഓതണം. അതിന്റെ അർത്ഥം ഒന്ന് നോക്കണം. ഡെയിലി ഒരായത്ത്, ഒരു മാസം 30 ആയത്ത് നമുക്ക് ഓതാനും അതിന്റെ അർത്ഥം പഠിക്കാനും കഴിയും. സുഹൃത്തുക്കളെ, ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട ചോദ്യമുണ്ട് അല്ലേ? നിന്റെ ഇമാം എന്താണ്? നിന്റെ ഇമാം എന്താണ് ചോദിക്കും. അൽ ഖുർആനു ഇമാമി. ഖുർആനാണ് എന്റെ ഇമാമ്. ആമൻതു ബിഹി. അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖതു. അതിൽ ഞാൻ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയിട്ടുണ്ട്. 3 മറുപടി പറയണമെങ്കിൽ ഖുർആൻ ഓതുന്നവരാകണം, അത് പഠിക്കുന്നവരാകണം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാകണം, അത് ജീവിതത്തിൽ പിൻപറ്റുന്നവരാകണം. 4 ബാധ്യത ഖുർആനോട് നിർവഹിച്ചവർക്കേ ഖബറിൽ മറുപടി പറയാൻ കഴിയുള്ളൂ, രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഖുർആന്റെ പഠിതാക്കളാകണം. അങ്ങനെ നമ്മൾ ദീനിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നമ്മൾ മാറുകയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച ഈ വെളിച്ചം നമ്മുടെ സമീപ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ അവനാണ്
ദഅവത്ത് നടത്താൻ യോഗ്യത ഉള്ളവന്. അല്ല നമ്മളിങ്ങനെ അവനാന്റെ ജീവിതത്തിലൊന്നുമില്ല, നാട്ടുകാരെ ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകണ ഏർപ്പാടി അപ്പണി നടത്തേണ്ടവരല്ല. ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുകയാണോ? കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കോപമുള്ള കാര്യമാണ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് പറയാന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ മറ്റോട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ മറ്റോട് ഖുർആൻ പഠിപ്പിക്കണ്ട, നിങ്ങൾ ആദ്യം ചെയ്യണം. നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ മറ്റോട് പറയാം, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും കോപമുള്ള കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഖുർആന്റെ പഠിതാക്കളാകുക, ദീനിന്റെ ആളുകളായി മാറുക. നമ്മുടെ വീട്ടിൽ ദീനിപരമായ ചുറ്റുപാടുണ്ടാകുക, ദീനിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകുക, ദീനിന്റെ സ്വഭാവം ഉണ്ടാകുക. മറ്റുള്ളവരെ കുറിച്ച് ഈപത്ത് പറയാം, 4 ആള് കൂടിയാൽ 40 ആള് വർത്താനം പറയാം. അതൊന്നും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകരുത്. കുത്തിപ്പറയലുകൾ, കുടുംബ ബന്ധങ്ങളിൽ അമ്മായിമ്മമാരുള്ള പോരികൾ, എളാമത്തെ മൂത്തച്ചി ഇളയച്ചി അല്ലേ തമ്മിലുള്ള പ്രശ്നം, സുഹൃത്തുക്കൾ, ഇതിനൊന്നും അല്ല നമ്മുടെ ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പല പ്രശ്നങ്ങളുണ്ടാകും. ഒന്നും മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഒന്ന് കുറച്ചു നേരം നാവ് അടക്കി വെച്ചാൽ എല്ലാത്തിന്റെയും പിന്നിലുള്ള പ്രശ്നം എന്താ? കുടുംബ പ്രശ്നങ്ങളിൽ നാവ് ഒതുങ്ങിയിരിക്കാത്തതാണ്. അതുകൊണ്ട് ആ രംഗത്തൊക്കെ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങള് സംസാരിക്കുകയാണെങ്കിൽ ഹൈറ് പറയണം, ഔൽ യസ്മുത് ഉണ്ടായിരിക്കണം എന്നാണ്. ആ നിലക്കൊക്കെ നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക. ഖബറിലെ ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടം നമുക്ക് വരാനുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കുക. നമ്മുടെ സന്താനങ്ങളെ ഏറ്റവും നന്നായി നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്യം ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കുകയും അവരെ നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.